ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദിച്ചാൽ അത് തരൂല എന്നാണ് വിചാരിച്ചു നോക്കി. അല്ലെങ്കിൽ നമ്മൾ ദുനിയാവിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്താലേ അള്ളാഹു ഒരു പ്രയാസം എന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെ അതിനല്ലേ നമ്മൾ അധികവും ആരാധിക്കുന്നത്, ദുനിയാവിലൊരു പ്രയാസം മാറാൻ, ദുനിയാവിലൊരു സുഖം കിട്ടാൻ, ഒരു സന്തോഷം കിട്ടാൻ. ഇതൊന്നുമില്ല. നമ്മൾ ഈ ഇബാദത്ത് ചെയ്തതുകൊണ്ട് ദുനിയാവിൽ കാര്യമായ പ്രയാസങ്ങളൊന്നും മാറൂല എന്ന് സങ്കല്പിച്ച് നോക്കൂ. ഇബാദത്ത് ചെയ്തതുകൊണ്ട് ദുനിയാവിലെ കാര്യമായ ഗുണങ്ങളൊന്നും കിട്ടൂല എന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒരേപോലെയാണ്. അള്ളാഹ് നമ്മളോട് ഇബാദത്ത് ചെയ്തു, പക്ഷേ ദുനിയാവിൽ ഒരു കാര്യവും നടക്കില്ല അതിനെക്കൊണ്ട്. എന്നാണെങ്കിൽ നമ്മൾ എത്ര പേര് ഇബാദത്ത് ചെയ്യും? ഒരു മനുഷ്യന് സുഖങ്ങൾ കുറവാണ്, അസുഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. അത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ല സൂചനകളാണ്. അള്ളാഹു അവനെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ്. കാരണം അതിലൂടെയാണ് അവന് അള്ളാഹിലേക്കുള്ള വഴി വെട്ടി തുറന്നു കൊടുക്കുന്നത്. അതേസമയം അവന് സുഖങ്ങൾ മാത്രമേ അള്ളാഹു കൊടുത്തിട്ടുള്ളെങ്കിൽ, അള്ളാഹിനെ മറന്നൊരു വ്യക്തിയുമാണെങ്കിൽ അള്ളാഹിനെ മറന്ന അവസ്ഥയിൽ തന്നെ അവൻ സ്ഥായിയായി നിലകൊള്ളും. അള്ളാഹു പറയുന്ന അള്ളാഹു ലാഹിറാണ്, ബാഹ്യാണ്. അള്ളാഹു പറയുന്ന അള്ളാഹു ബാത്തിനാണ്, ആന്തരികമാണ്. എന്നിരിക്കെ ഞാൻ അള്ളാഹുവിൽ നിന്ന് മറഞ്ഞിക്കുക എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് ബുദ്ധിക്ക് ചിന്തിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? അത് നിങ്ങൾക്ക് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അതൊക്കെ ഞാൻ മറഞ്ഞിട്ടുള്ള അവസ്ഥയിലാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ലോജിക്കില്ലേ? അള്ളാഹ് വെളിവായിട്ടും മറിഞ്ഞിരിക്കുന്നതൊക്കെ അള്ളാഹ് ബോധ്യപ്പെടുകയും അത് അള്ളാഹ് പറയുകയും എന്നാൽ ഞാൻ അള്ളാഹിൽ നിന്ന് മറിഞ്ഞിക്കുക എന്ന് കൂളായി നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ബുദ്ധിയുടെ അവസ്ഥാവിശേഷം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ബുദ്ധി ചിന്തിക്കാൻ പറ്റുന്നത്? ദുനിയാവിനൊക്കെ ഒഴിവാക്കണം, എന്നിട്ട് അള്ളാഹിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. എങ്ങനെ ചിന്തിക്കും? ഞാനിപ്പോൾ ദുനിയാവിലാണ്, കുറേ ചിന്തകളിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ ദുനിയാവൊക്കെ ഒഴിവാക്കിയാൽ അള്ളാഹിനെ കിട്ടുള്ളൂ എന്നൊക്കെയാണ് ഈ ആൾക്കാർ പറയാം. നിങ്ങളിപ്പോൾ ദുനിയാവിലല്ലേ, നിങ്ങൾക്ക് നല്ല വീടില്ലേ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് കിടന്നുറങ്ങുന്നവരല്ലേ, നിങ്ങൾക്ക് കാറില്ലേ, അതില്ലേ, അതൊക്കെ ഒഴിവാക്കണം. ഭാര്യയില്ല, മക്കളില്ല, അവരൊക്കെ ഒഴിവാക്കണം, കാട്ടിൽ പോകണം, എന്നാലേ അള്ളാഹിനെ കിട്ടുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരോട് പറയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ദുനിയാവിനെ ഒഴിവാക്കണം, അവനെ കിട്ടാൻ എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? എനിക്ക് അള്ളാഹിനെ പണ്ടേ ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അള്ളാഹ് മാത്രം മതി, എനിക്ക് എന്ന് പറഞ്ഞ് ഈ വാക്കുകൾ എവിടുന്ന് വരും? നമ്മുടെ ഉള്ളിലും പ്രവർത്തിക്കുന്ന അവൻ തന്നെയായിരിക്കെ. നമുക്കെങ്ങനെ ആ ഒരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റുക? കൈഫത്ത് വാഹിദുഹു, എങ്ങനെയാണ് നിങ്ങൾ തൗഹീദ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? വഹുവ വാഹിദുൻ അഹദുൻ ഖബ്ല വുജൂദിക്, നിങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അവൻ ഏകനാണെന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ തൗഹീദിലെത്തുക? നിങ്ങൾ തൗഹീദിനെ അവകാശവാദം ഉന്നയിക്കുക? കൈഫ തഹ്ദിമുഹു വഹുവ അനിയുൻ അൻ കുല്ലി ഷൈഇൻ, എങ്ങനെയാണ് നിങ്ങൾക്ക് അവന് ഹിദ്മത്ത് ചെയ്യാൻ പറ്റുക? അള്ളാഹു നിങ്ങൾക്ക് എങ്ങനെ ഹിദ്മത്ത് ചെയ്യാൻ പറ്റും? വഹുവ അനിയുൻ, അവൻ സമ്പന്നനാണ്, അൻ കുല്ലി ഷൈഇൻ, ഒരാളെ ആവശ്യമില്ലാത്ത രൂപത്തിൽ അവൻ സമ്പന്നനാണ്. അങ്ങനെ ഇരിക്കുക അള്ളാഹുവിനെ ഞാൻ അള്ളാഹിൻ്റെ ഹിദ്മത്തിൽ ജീവിക്കുകയാണ്, അള്ളാഹിൻ്റെ ദീനിൻ്റെ ഹിദ്മത്തിലാന്നൊക്കെ നമ്മൾ പറയല്ലേ. നമ്മുടെ ഹിദ്മത്തിന് അള്ളാഹിൻ്റെ എന്താവശ്യം, അള്ളാഹ്ക്ക് എന്താവശ്യമുള്ളത്? ഒരാവശ്യമില്ല. അസ്ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. യാ ഹിമ്മത്ത ശഹ്ദരി ലനാ ബിഹാദൽ മഹ്ദരി വൽതഅതിഫി ബിനദ്റത്തിൻ തഅതി ലനാ ബിൾഗഫരി. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. അൽഹംദുലില്ലാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ റായിൽ നിന്ന് വായിച്ചിരുന്നത് ഇതാണ് ത്വരീഖത്തിൻ്റെ ഫളായിലുകൾ പറയുന്ന ഭാഗങ്ങളായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ ഒരു കൺക്ലൂഷൻ, ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു കൺക്ലൂഷനിലേക്കാണ് ഷേഖ് അവറുകൾ കടക്കുന്നത്. നമുക്കതൊന്ന് വായിക്കാം. അൽഹാസിൽ, അത് ചുരുക്കി പറഞ്ഞാൽ, അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ, ഞാൻ മുഖദ്ദം ഈ ഒരു ആമുഖത്തെ നമ്മളും ചുരുക്കി പറഞ്ഞാൽ, അന്ന ത്വരീഖത്ത് തിജാനിയ ത്വരീഖത്താണ്. ത്വരീഖത്തുൽ അസ്ലിയ, അത് അസ്ലിയായ ത്വരീഖത്താണ്, ഒറിജിനൽ ത്വരീഖത്താണ്. അന്നബവിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വരീഖത്താണ്. മുജറദത്തുൻ മിനൽ ഹുതൂതി ഹുലൂദി ലതി ഹിയ ഹിജാബു അൻ ഹദ്റത്തിൽ ഹഖ്, ഹക്കിൽ നിന്ന് മറ ആയിട്ട് നിൽക്കുന്ന താല്പര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായിക്കൊണ്ടുള്ള ഒറിജിനൽ ത്വരീഖത്താണ് തിജാനിയ ത്വരീഖത്ത്. ഫഹിയ
ഇബ്രാഹിമിയത്തുൽ ഹനഫിയത്തുൽ അസ്സംഹത്തുൽ ശുക്രിയ. ഈ ത്വരീക്കത്ത് ഇബ്രാഹിമിയ ത്വരീക്കത്താണ്. അതുപോലെ തന്നെ ഹനീഫിയ ത്വരീക്കത്താണ്, നേരായ ത്വരീക്കത്താണ്. അസംഹത്തു ശുക്രിയ, സൗമ്യമായ ശുക്രൻ്റെ ത്വരീക്കത്താണ്. ഈ ത്വരീക്കത്തിനെ നമ്മൾ ത്വരീക്കത്തിൻ്റെ പേരിനെക്കുറിച്ച് നമ്മൾ ബുഖയത്തുൽ മുസ്തഫീദിൽ വായിച്ചത് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഖാലൽ ഖലീലുൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വയ്യാണ്, ഇബ്രാഹിമിയ വയ്യാണ് തുജാനി ത്വരീക്കത്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഖലീൽ അലൈഹി സ്വലാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇൽമുഹു ബിൽ ഹാലി യോനി അൻ സുആലി. ഇൽമു, അള്ളാഹുവിൻ്റെ എന്നെക്കുറിച്ചുള്ള അറിവ്, അതായത് അള്ളാഹുവിന് എന്നെക്കുറിച്ചുള്ള എൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള അറിവ്, യോനി അൻ സുആലി, അത് അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നു. അതോ ഇന്ത കൗലിൽ മലക്ക് ചോദിച്ചു, അലക്ക ഹാജത്തുൻ, മലിക്ക് എന്ന് കേട്ടോ, മലക്ക് എന്നാണ് അവിടെ. അലക്ക ഹാജത്തുൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ഒരു മലക്ക് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മറുപടി കൊടുത്തതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ ഒരു ചരിത്രം വളരെ പ്രശസ്തമാണ്. നമ്മൾ തന്നെ ഇത് ഒരുപാട് തവണ വിശദീകരിച്ചതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ ഒരു മലക്ക് വന്ന് ചോദിച്ചു, അലക്ക ഹാജത്തു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? മലക്കിന് അള്ളാഹു പറഞ്ഞേച്ചാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സഹായിക്കാൻ പറഞ്ഞേച്ചാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ എന്തെങ്കിലും ഹാജത്തുണ്ടോ എന്ന് ഇബ്രാഹിം നബിനോട് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അമ്മ ഇലേക്ക ഫല, നിങ്ങളോടാണെങ്കിൽ എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല, നിങ്ങളെ ആവശ്യം എനിക്കില്ല. അത് മലക്കിൻ്റെ ആവശ്യം പോലും എനിക്കില്ല എന്ന് പറഞ്ഞു. ഫദ്ഹബ, അപ്പോൾ അദ്ദേഹം ആ മലക്ക് പോയി. ഫാത്താബി അക്ബർ അൽ മലായിക്ക, ഇപ്പം ഞാൻ പോയിട്ടാണോ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വലിയൊരു കാര്യപ്പെട്ട മലക്കിനെ കൂട്ടി വന്നു. അക്ബർ അൽ മലായിക്ക്, മലക്കുകളിലെ ഏറ്റവും വലിയൊരാളെ കൊണ്ടുവന്നു. ആരാണത്? ഇസ്രാഫിൽ അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവന്നത്. അപ്പോൾ കാലലഹു, അപ്പോൾ ഇസ്രാഫിൽ അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, അലക്ക ഹാജത്തുൻ, അങ്ങേക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അമ്മ ഇലൈക്കുമാ ഫല, നിങ്ങൾ രണ്ടുപേരിലേക്കുമാണ് എൻ്റെ ആവശ്യമെങ്കിൽ അത് എനിക്കില്ല. നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് രണ്ട് മലക്കുകളോട് പറയാണ്. ഫക്കാല, അപ്പോൾ അവർ പറഞ്ഞു, മലക്കുകൾ പറഞ്ഞു, ഫദൂ റബ്ബക്ക്, നിങ്ങൾ എന്നാലേ ഒരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോൾ നമ്മളോട് ആവശ്യമില്ല എന്നാണല്ലോ പറയുന്നത്, നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞോളി, റബ്ബിനോട് ചോദിച്ചോളൂ. അവർക്ക് മനസ്സിലായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിക്കുള്ളൂ, അവരോടും ചോദിക്കൂല. അപ്പോൾ നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചോളി എന്ന് പറഞ്ഞു. ഫക്കാല ഹീന ഹൈദിൻ, അപ്പോഴാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. എന്താണ് കാര്യം? ഇൽമുഹു ബിൽ ഹാലി യോനി അൻ സുആലി, ഇൽമുഹു ഫി ബിഹാലി, എൻ്റെ ഈ അവസ്ഥയെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ ഇൽമ്, അള്ളാഹിൻ്റെ അറിവ്, യോനി അൻ സുആലി, എന്നെ ചോദ്യത്തിൽ നിന്ന് തടയുന്നു എന്ന്. എൻ്റെ കാര്യം ഇപ്പോൾ അള്ളാഹ്, അതിൻ്റെ മലയാളീകരിച്ചാൽ ഇങ്ങനെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ എൻ്റെ കാര്യമൊക്കെ അള്ളാഹ്ക്ക് അറിയാലോ, എന്തിനപ്പോൾ ഞാൻ ചോദിക്കണത്, ചോദിച്ചിട്ട് വേണം അള്ളാഹിനെ അറിയാൻ എന്നൊക്കെ ഉള്ളൊരു രൂപത്തിലുള്ള ഉത്തരം. അപ്പോൾ മലക്കുകളോട് ചോദിച്ചതുമില്ല, അള്ളാഹിനോട് ചോദിക്കാൻ പറഞ്ഞു, ഞാൻ തന്നെ അള്ളാഹിനോട് ചോദിക്കണം, അള്ളാഹ്ക്ക് അറിയില്ല എൻ്റെ അവസ്ഥ എന്ന് പറയുകയും ചെയ്തു. അങ്ങനത്തെ ഇബ്രാഹിമിയ വഴിയാണ് തിജാനി ത്വരീഖത്ത്. അപ്പോൾ വഹു അല്ലദീ സമ്മാഹു മുസ്ലിമീൻ, അപ്പോൾ അവിടുത്തെ കൊണ്ടാണ് നമുക്ക് മുസ്ലിമീങ്ങളെന്ന പേര് വന്നത്. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഇത് നിങ്ങളുടെ പിതാവിൻ്റെ വഴിയാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വഴിയാണ്. ഓഹുവ സമ്മാക്കും മുസ്ലിമീൻ, അവർക്ക് ശേഷമാണ് അള്ളാഹു നമ്മളെ മുസ്ലിമീൻ എന്ന പേര് വിളിച്ചത്. അനിത്തബാ മില്ലത്ത് ഇബ്രാഹിം ഹനീഫൻ, നിങ്ങളെന്ത് ചെയ്യണം, നേരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിനെ വയ്യെ നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ പിന്തുടരണം എന്നൊക്കെ ഖുർആനിൽ കൽപ്പന ഉണ്ടല്ലോ. അങ്ങനത്തെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വയ്യാണ് നമ്മുടെ തിജാനിയ ത്വരീഖത്ത്. ഫത്തബഅതുഹ അഹ്ല ത്വരീഖത്തുൽ ഊല
ഫത്തബാത്തുഹ അഹ്ല ത്വരീഖത്തുൽ ഊല. ഒന്നാമത്തെ ത്വരീഖത്തിൻ്റെ ആൾക്കാർ അത് പിൻപറ്റി, അതായത് സ്വഹാബാക്കൾ അവരെ പിൻപറ്റിയവരൊക്കെ അത് പിൻപറ്റി. വാഹലു സാനിയ, എന്നാൽ മൂന്നാമത്തെ നൂറ്റാണ്ടിന് ശേഷം വന്ന രണ്ടാമത്തെ ത്വരീഖത്തുകാരുണ്ട്, അതായത് മുജാഹദകളുടെയും കഠിനമായ പ്രയത്നങ്ങളുടെയും റിയാദകളുടെയൊക്കെ ത്വരീഖത്ത്. അവരോ ഇന്ത നിഹായത്തിഹിം, അവരും അവരുടെ അവസാനം ഈ ത്വരീഖത്ത് തന്നെ പിന്തുടർന്നത്. അവർ അള്ളാഹിലേക്ക് എത്തിച്ചേർന്നത് ഈ ത്വരീഖത്തിലൂടെ തന്നെയാണ്. അതായത് ഈ ഒരു നേരായ ത്വരീഖത്തിലൂടെയാണ് അവർ എത്തിച്ചേർന്നത്. പക്ഷേ തുടക്കത്തിൽ അവരങ്ങനെ ആയിരുന്നില്ല. ഫി വസൂൽ ഇബാദത്ത് തജ്രീദ്, അവസാനം അവരെന്ത് ചെയ്തു? അല്ലാത്ത എല്ലാത്തിനെയും ഒഴിവാക്കിക്കൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുത്തത്. ഈ ത്വരീഖത്ത് പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് അവരും അള്ളാഹിലേക്ക് അടുത്തത്, അള്ളാഹിനെ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഖാലഫ്തും അഹ്ലു സാനിയത്തെ ബി ഇബാദത്തിഹിം ലി അർദ് നുഫൂസിഹിം. എന്നാൽ രണ്ടാമത്തെ ത്വരീഖത്തിലെ ആൾക്കാരൊക്കെ തുടക്കത്തിൽ എന്താ ചെയ്തത്? അവർ അവരുടെ നഫ്സിൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഇബാദത്തിൽ മുഴുകിയത്. ഫലൗലൽ ജന്നത്തു വന്നാറു ലദഹറ മൻ യഅ്ബുദുല്ലാഹു അലൽ വജ്ഹിൽ അക്മൽ. ഫലൗലൽ ജന്നത്തു, സ്വർഗവും, വന്നാറു, നരകവും ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ കാണായിരുന്നു ആരാണ് ശരിക്കും അള്ളാഹിനെ ആരാധിക്കുന്നതെന്ന്. അതാണ് പറഞ്ഞതിൻ്റെ പച്ച മലയാളം. അതായത് സ്വർഗവും നരകവും ഇപ്പോൾ നമ്മൾ സ്വർഗം തന്നെ വേണമെന്നില്ല, സ്വർഗം നരകം എന്നുള്ള അവിടെ വെക്കട്ടെ. നമുക്ക് ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദിച്ചാൽ അത് തരൂല എന്നാണ് വിചാരിച്ചു നോക്കി. അല്ലെങ്കിൽ നമ്മൾ ദുനിയാവിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്താലേ അള്ളാഹു ഒരു പ്രയാസം എന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെ അതിനല്ലേ നമ്മൾ അധികവും ആരാധിക്കുന്നത്? ദുനിയാവിലൊരു പ്രയാസം മാറാൻ, ദുനിയാവിലൊരു സുഖം കിട്ടാൻ, ഒരു സന്തോഷം കിട്ടാൻ. ഇതൊന്നുമില്ല. നമ്മൾ ഈ ഇബാദത്ത് ചെയ്തതുകൊണ്ട് ദുനിയാവിൽ കാര്യമായ പ്രയാസങ്ങളൊന്നും മാറൂല എന്ന് സങ്കല്പിച്ച് നോക്കൂ. ഇബാദത്ത് ചെയ്തതുകൊണ്ട് ദുനിയാവിൽ കാര്യമായ ഗുണങ്ങളൊന്നും കിട്ടൂല എന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒരേപോലെയാണ്. അള്ളാഹ് നമ്മളോട് ഇബാദത്ത് ചെയ്തു, പക്ഷേ ദുനിയാവിൽ ഒരു കാര്യവും നടക്കില്ല അതിനെക്കൊണ്ട്. എന്നാണെങ്കിൽ നമ്മൾ എത്ര പേര് ഇബാദത്ത് ചെയ്യും? എത്ര പേര് അള്ളാഹുവിന് ഭയപ്പെടും? ബഹുഭൂരിപക്ഷം ഭയപ്പെടില്ല. ഇനി അത് ദുനിയാവിൻ്റെ അവസ്ഥ. ഇനി ആഹിറില്ലായിരുന്നെങ്കിലോ? ദുനിയാവിലാണെങ്കിൽ എങ്ങനെ? ആഹിറും ഇല്ലെങ്കിലോ? അതോ നരകത്തിൽ പഠിച്ചിട്ടില്ലെങ്കിലോ? നരകം പഠിച്ചിട്ടില്ലെങ്കിൽ ആൾക്കാർ പിന്നെ ഇനി സ്വർഗം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നും, ദുനിയാവുള്ള സ്വർഗ്ഗമൊക്കെ മതി, ദുനിയാവുള്ള ആസ്വാദനം മതിയെന്ന് ചിന്തിക്കും. നരകത്തിനും കഴിച്ചിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നരകം പേടിച്ചിട്ടാണ് ആളുകൾ ഇബാദത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വർഗത്തെ പ്രതീക്ഷിച്ചുമാണ് ആളുകൾ ഇബാദത്ത് ചെയ്യുന്നത്. ദുനിയാവിലെ ഇതിലേക്കുള്ള നമ്മുടെ സൂചനകളാണ് ദുനിയാവിലെ സുഖങ്ങളും ദുനിയാവുകളുടെ വിഷമങ്ങളും. ദുനിയാവുകളുടെ സുഖങ്ങൾക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നത്. ദുനിയാവിലെ ദുഃഖങ്ങൾ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വലിയ രൂപമാണ് സ്വർഗവും നരകമൊക്കെ. അപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ, അത് ചോദിക്കണത്, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു ആരാണ് ശരിക്കും ഇബാദത്ത് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടാവും ഇബാദത്ത് ചെയ്യാൻ. അള്ളാഹിൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹ് ആരാധിക്കപ്പെടേണ്ടവനാണ്, മാത്രമേ ആരാധിക്കപ്പെടേണ്ടതുള്ളൂ. ഒരു താല്പര്യവും അതിന് ആവശ്യമില്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ നമുക്ക് ഒരു കാര്യവും വേണ്ട. വെറുതെ അള്ളയാണെന്ന് വിചാരിച്ച് നമ്മൾ ആരാധിക്കപ്പെടണം. അള്ളാഹുവിൻ്റെ മാരിഫത്ത് പോലും നമുക്ക് തന്നിട്ടില്ലെങ്കിലോ എന്നാലും ആരാധിക്കപ്പെടണ്ടേ? അള്ളാഹുവിനെ അറിയാനുള്ള കഴിവ് തരൂലെന്ന് കരുതാം. എന്നാലും അള്ളാഹ് അറിയപ്പെടേണ്ടതാണല്ലോ, അല്ല ആരാധിക്കപ്പെടേണ്ടതാണല്ലോ. അപ്പം അള്ളാഹിൻ്റെ ആരാധന എന്ന് പറഞ്ഞത് എന്തെങ്കിലും ഒരു കണ്ടീഷന് മുകളിൽ ബന്ധിതമായ ഒന്നല്ല. ദുനിയാവിൻ്റെ എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടായാൽ അള്ളാഹുവിനെ ആരാധിക്കണം എന്നോ, പരലോകത്ത് എന്തെങ്കിലും കാര്യം കിട്ടണമെങ്കിൽ അള്ളാഹിനെ ആരാധിക്കണമെന്നോ, പരലോകത്ത് ഒരു കാര്യം കിട്ടാതിരിക്കണം അള്ളാഹിനെ ആരാധിക്കണമെന്നോ, അല്ലെങ്കിൽ ഒരു മാരിഫത്ത് കിട്ടാൻ അള്ളാഹിനെ ആരാധിക്കണമെന്നോ എന്നൊരു കണ്ടീഷനും അള്ളാഹുവിൻ്റെ കൂടെ വെക്കാൻ പറ്റൂല. അള്ളാഹ് ആരാധിക്കപ്പെടാൻ അർഹനാണ്, ഒരു കണ്ടീഷനും ഇല്ലാതെ തന്നെ. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ ഈ സ്വർഗവും നരകവും ഇല്ലായിരുന്നെങ്കിൽ അറിയാമായിരുന്നു ആരാണ് ശരിക്ക് ആരാധിക്കുന്നതെന്ന്. മിമ്മൻ ലാ യഅ്ബുദു അന്ന ജന്നത്ത, ആരാണ് ശരിക്കും ആരാധിക്കുന്നത്, ആരാണ് പൂർണ്ണമായി ആരാധിക്കുന്നത്, ആരാണ് ആരാധിക്കാത്തതെന്നൊക്കെ അതിൽ മനസ്സിലാവുമായിരുന്നു. ഈ അന്നൽ ജന്നത്ത, കാരണം സ്വർഗമാണ്. ശവ്വഖ്ത കുല്ല മുത്തബിഅൻ ലിഹവാഉ, അവിടെ ദേഹേച്ഛകളെ പിന്തുടരുന്ന എല്ലാവർക്കും അവരുടെ മേഖലകളുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകണം? നമ്മൾ ഇവിടെ പലതൊന്നും കിട്ടുന്നില്ല, അപ്പോൾ അവിടെ കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ട് ഇവിടെ എത്രയൊക്കെയുള്ള, അപ്പോൾ ഇനി അവിടെ ബാക്കിയൊക്കെ കിട്ടുമല്ലോ
ഇവിടെ ദുനിയാവിൽ കുറച്ച് സന്തോഷങ്ങളൊക്കെ കുറവാണ്. നമ്മൾ ആരാധിക്കണം അള്ളാഹുവിന്, എന്തിന്? ആഖിറത്തിൽ നല്ല സന്തോഷം കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച്. ഇവിടെ ദുനിയാവിൽ നല്ല ദുഃഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഖിറത്തിൽ ദുഃഖമൊന്നും ഉണ്ടാവില്ലല്ലോ, ഈ ദുഃഖങ്ങൾ സഹിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മളെ താല്പര്യങ്ങളാണ് പലപ്പോഴും സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ സ്വർഗം താല്പര്യങ്ങളെ പിന്തുടരുന്നവർക്കുള്ള ലോകമാണ്. അപ്പം ഇവിടെ നമ്മൾ താല്പര്യങ്ങൾ പിന്തുടർന്നാൽ അവിടെ ആ താല്പര്യങ്ങൾ നമുക്ക് വെളിവാക്കി കാണിക്കും. അപ്പോൾ അതിലൂടെ നമ്മൾ ആ സ്വർഗത്തിൻ്റെ പിന്നാലെ പോകും. അതുപോലെ തന്നെ മുദ്ദായിൻ ഫി ദഅവാഹു, അതുപോലെ തന്നെ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അവരുടെ അവകാശവാദങ്ങളും കിട്ടാനുള്ള സ്ഥലങ്ങളാണ്. ഞാൻ ഇത്ര ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, അവിടെയാണ് എനിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടണം എന്ന് പറയുമ്പോൾ അവിടെ പ്രതിഫലം കിട്ടുന്ന സ്ഥലമാണ്. ഞാൻ ഇത്ര നോമ്പുകാരനാണ്, അത് നോമ്പിൻ്റെ പ്രതിഫലം കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് അവകാശവാദത്തിൻ്റെ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ വഹിയ ഹിജാബുൻ, അതൊരു മറയാണ്. വൈൻ കാനത്ത് ഹദറത്തുൽ ഖുദുസ്, അത് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ പോലും അള്ളാഹിനെ തൊട്ട് മറയുള്ളവർക്ക് അതൊരു വലിയൊരു മറയാണ്. അള്ളാഹിനെ തൊട്ട് മറയില്ലാത്തവർക്ക് അത് മറയല്ല, പക്ഷെ അള്ളാഹിനെ തൊട്ട് മറയുള്ളവർക്ക് അത് വലിയ മറയാണ്, അള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ പോലും. ലാകിന്നഹു തഫാദ അലാ മൻ തലബഹ ബി അമലിഹ അലാ വജ്ഹിൽ ഇഫ്ളാൽ. പക്ഷേ ഓരോ ആളുകൾക്ക് അവരുടെ അമലുകൾക്കനുസരിച്ച് അവർ തേടുന്നത് അവിടെ അള്ളാഹു അവരിലേക്ക് ചൊരിഞ്ഞു കൊടുക്കും. അവരുടെ അമലുകൾ എത്രമാത്രമാണോ അതിനനുസരിച്ച് അവർക്ക് അള്ളാഹു അത് ചൊരിഞ്ഞു കൊടുക്കും അവൻ്റെ ഫضل കൊണ്ട്. പക്ഷേ വഹുവ മുസീഉൻ, പക്ഷെ അങ്ങനെ അവൻ നേടുന്നത് യഥാർത്ഥത്തിൽ അവൻ തെറ്റായിട്ടാണ് നേടുന്നത്. അതായത് അങ്ങനെ അവകാശവാദം പറഞ്ഞ് നേടാനുള്ളതല്ല സ്വർഗം. കാരണം അള്ളാഹു വെറുതെ തരുന്നതാണ്. അള്ളാഹിനോട് അവകാശവാദം പറയാൻ നമ്മുടെ അടുത്തൊന്നുമില്ല. വഖഫാഹു അദാബൻ കിതാബുല്ലാഹു ലഹു അലാ ദാലിക, അള്ളാഹു അതിനെ നിരുത്സാഹപ്പെടുത്തി അള്ളാഹുവിന് അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ള അതന്നെ മതി അത് ഏറ്റവും വലിയ അദാബായിട്ട്. അള്ളാഹു നമ്മളോട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, സ്വർഗം കാംക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു നമ്മളോട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സ്വർഗം നിങ്ങൾക്ക് തരും, നരകം ഇങ്ങനെ ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ സ്വർഗത്തെ പ്രതീക്ഷിച്ച് ആരാധിക്കാനോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇബാദത്ത് ചെയ്യാനോ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അങ്ങനെ പറയാത്തത് തന്നെ മതി അതൊരു ശിക്ഷയാണെന്ന് മനസ്സിലാക്കാൻ. വൈൻ തഫദ്ദല അലൈഹി ബഅദഹു ഫഹുവ മിനൽ ഗാഫിലീൻ. ഇതൊക്കെ ആയിട്ടും അള്ളാഹു ഈ സ്വർഗം കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് മറിഞ്ഞിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗഫലത്തായിരിക്കും, ഏറ്റവും വലിയ മറയായിരിക്കും. അള്ളാഹിനെ തൊട്ട് ശ്രദ്ധ തെറ്റിച്ച് കളഞ്ഞ ഏറ്റവും വലിയ ലോകമായിരിക്കും അത്. ശരിക്കും സ്വർഗം മറകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തേക്കാൾ അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങളില്ല. ചിലപ്പോൾ നരകത്തിലെത്തിയാൽ പോലും അവന് ചിലപ്പോൾ ഈമാനുള്ളൊരു വ്യക്തിയാണെങ്കിൽ അള്ളാഹുവേ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. എനിക്ക് ഇന്ന് രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ടായിക്കൂടാകില്ല. നരകത്തിൻ്റെ സുഖത്തിൽ സ്വർഗത്തിൻ്റെ സുഖത്തിനൊരാൾ ലയിച്ചു പോയിട്ട് അവന് അള്ളാഹിനെ മറക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ദുനിയാവിൽ തന്നെ ഒരാൾ സുഖത്തിലെ എപ്പോഴും സുഖത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ ഓർക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ പറയൽ, ഒരു മനുഷ്യന് സുഖങ്ങൾ കുറവാണ്, അസുഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. അത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ല സൂചനകളാണ്. അള്ളാഹു അവനെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ്. കാരണം അതിലൂടെയാണ് അവന് അള്ളാഹിലേക്കുള്ള വഴി വെട്ടി തുറന്നു കൊടുക്കുന്നത്. അതേസമയം അവന് സുഖങ്ങളെ മാത്രമേ അള്ളാഹു കൊടുത്തിട്ടുള്ളെങ്കിൽ അള്ളാഹിനെ മറന്നൊരു വ്യക്തിയുമാണെങ്കിൽ അള്ളാഹിനെ മറന്ന അവസ്ഥയിൽ തന്നെ അവൻ സ്ഥായിയായി നിലകൊള്ളും. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി നാളെ പരലോകത്തെത്തിയാൽ അള്ളാഹുവിൽ നിന്ന് മറഞ്ഞ അവസ്ഥയിലാണ് ഒരു മനുഷ്യനുള്ളെങ്കിൽ അവൻ പരലോകത്ത് സ്വർഗത്തിൻ്റെ ലോകത്തെത്തിയാൽ അവിടെ അള്ളാഹു സുഖങ്ങൾ മാത്രം ആ വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ആ സുഖങ്ങളിൽ മതിമറന്ന് അള്ളാഹിനെ മറക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ലോകത്തുനിന്ന് അള്ളാഹിനെ ഓർക്കാൻ ചിലപ്പോൾ ഒരു 2 ദിവസം മതിയെങ്കിൽ, ചിലപ്പോൾ ഒരു വർഷം മതിയാവുമെങ്കിൽ, ചിലപ്പോൾ ഒരു 10 വർഷം മതിയെങ്കിൽ പരലോകത്ത് അള്ളാഹുലേക്ക് തിരിയാൻ ചിലപ്പോൾ കോടികൾ വർഷം എടുത്തുനിന്ന് വരാം. അപ്പം അള്ളാഹുലേക്ക് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഗഫലത്തിൻ്റെ ലോകമാണ്. അള്ളാഹിനെ തൊട്ട്
ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ അവിടെ വളരെ കൂടുതലാണ്. വൈൻ കാലലഹു, അവനോട് പറയപ്പെടുന്നത് ഇങ്ങനെ പറയപ്പെടുന്നത് പോലെയാണ്. എന്ത്? യാ അബ്ദസൂ, മോശപ്പെട്ട അടിമേ, അബത്തലി ഐരിന, നീ ആരാധിച്ചത് എന്നെ അല്ല, എനിക്ക് വേണ്ടിയിട്ടൊന്നല്ല നീ ആരാധിച്ചത്. മാബത്തനാലി അജലീന, എനിക്ക് വേണ്ടിയിട്ടല്ല ആരാധിച്ചത്, എന്നെയുമല്ല നീ ആരാധിച്ചത്. വൈന്ന അബത്തക്കലി അജലിക്, നിനക്ക് വേണ്ടി മാത്രമാണ് നീ ആരാധിച്ചത്. ഇപ്പോൾ സ്വർഗത്തിലെത്തിയ അടിമനോട് വരെ അള്ളാഹു അവൻ്റെ ഉള്ളിലൂടെ സംസാരിക്കും. എന്ത്? നീ ആരാധിക്കുന്നത് ആരാധിച്ചത് എന്നെയല്ല, മറ്റുള്ളവരെയാണ്. നീ ആരാധിച്ചത് എനിക്ക് വേണ്ടിയിട്ടുമല്ല, നിനക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്ന അള്ളാഹുവിൻ്റെ ഖലാസ് എന്നൊക്കെ നമ്മൾ പറയും. എങ്കിലും സ്വർഗത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ അള്ളാഹ് തരുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹിനെ ആരാധിക്കുന്നത്. ഈ ഒരു അമലിന് സ്വർഗത്തിൽ ഇത്ര സ്ഥാനം കിട്ടും എന്ന് കരുതി മാത്രമാണ് അള്ളാഹിനെ ആരാധിക്കുന്നത്. അപ്പോൾ ആ ആരാധന അള്ളാഹുക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ദുനിയാവിൽ ഇനി സ്വർഗം തന്നെ വിടുക. ദുനിയാവിൽ നമ്മൾ ആരാധനകളുടെ ഒരു 99% പരിശോധിച്ചാൽ എന്തിനു വേണ്ടിയായിരിക്കും? നമ്മൾ അസുഖങ്ങൾ മാറാൻ, നമ്മൾ പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ, നമുക്ക് നല്ല ജോലി കിട്ടാൻ, പിന്നെ കല്യാണം നടക്കാൻ, മക്കളുണ്ടാവാൻ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമ്മൾ 90% ആരാധനകളും നമുക്ക് വേണ്ടിയിട്ടാണ്. ആ ആരാധനകളുടെ ലക്ഷ്യം എന്താണ്? അതുകൊണ്ടൊക്കെ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം. അതിൻ്റെ വലിയ രൂപമാണ് സ്വർഗത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. ദുനിയാവിലില്ലെങ്കിൽ സാരല്ല, സ്വർഗത്തിൽ കിട്ടുമെന്ന് വിചാരിക്കുന്ന അവസ്ഥ. അതേസമയം ഇതൊക്കെ അള്ളാഹിൻ്റെ സമ്മാനങ്ങളായി കൊടുക്കുന്ന അടിമകൾക്ക്. അതിലൂടെ അള്ളാഹിനെ കാണാനും അവനക്ക് പറ്റണം. അതിൻ്റെ ശേഷം വിശദീകരണത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് അതൊക്കെ വലിയ മറകളാണ്. യുഖ്സാമിൻ അർദീഹി അൽ ഖൗഫി വൽ ഹയാ മാ നാറു ഐസറു മിൻഹു, അവർക്ക് അള്ളാഹു അണിയിപ്പിച്ചു കൊടുക്കും പേടിയുടെയും ലജ്ജയുടെയും വസ്ത്രം. നരകത്തിൽ പോലും അങ്ങനത്തെ വസ്ത്രങ്ങൾ ഉണ്ടാവില്ല. ഈ പറഞ്ഞതിൻ്റെ ആശയമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അത് അവിടെ അവർക്കുണ്ടാവുന്ന മറകൾ നരകത്തിലുള്ള ആളുകൾക്കുണ്ടാവുന്ന മറകളെക്കാൾ കൂടുതലായിരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഹാദിഹി ത്വരീഖത്തു, ഈ ത്വരീഖത്ത് ഹിയ ഹനീഫിയത്തുൽ മുസ്തഖീമത്തുൻ, ഇത് നേരായ ഋജുവായ ഒരു പാതാണ്. ഐറ മായിലത്തു അനിൽ ഹക്ക്, ഇത് ഹക്കിൽ നിന്ന് വ്യതിചലിക്കാത്ത നേരായൊരു മാർഗ്ഗമാണ്. അതായത് തിജാനിയ ത്വരീഖത്ത്. വൈറുഹ മിനത്തുർക്ക്, എന്നാൽ മറ്റു ത്വരീഖത്തുകളോ അൽ മുഅ്സിലത്തുൽ ജന്നത്തി, അത് നിങ്ങളെ എത്തിക്കുന്നത് എങ്ങോട്ടാണ്? മറ്റു ത്വരീഖത്തുകളൊക്കെ, ഈ ത്വരീഖത്തൊക്കെ നേരെ ഹക്കിലേക്ക് എത്തിക്കുന്നതാണ്. തിജാനിയ ത്വരീഖത്ത് നേരായ മാർഗ്ഗമാണ്, ഹക്കിലേക്കുള്ള മാർഗം. ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ ഒരു ആഗ്രഹങ്ങളോ അതിൻ്റെ പിന്നിലില്ല. ഹക്കിലേക്ക് നമ്മളെ ദിശ കാണിച്ചു തരുന്ന വഴിയാണ്. എന്നാൽ മറ്റു ത്വരീഖത്തുകളോ അതെവിടേക്ക് നമ്മൾ എത്തിക്കുന്നത്? മൗസൂലത്തിനിൽ ജന്നത്തി, ഒന്നുകിൽ സ്വർഗത്തിലേക്കാണ് നമ്മളത് എത്തിക്കുന്നത്. വല്ല അസുറാരി, അല്ലെങ്കിൽ ആത്മീയമായ രഹസ്യങ്ങൾ അന്വേഷിക്കുന്നതിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. വൽ കുഷൂഫാത്തി, അല്ലെങ്കിൽ കശ്ഫ്, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നതിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. ബിക്കസ്ദിൻ കാസിദിൻ മുൽഹിദത്തിൻ അനിൽ ഹക്ക്, അതുപോലുള്ള മറ്റ് പല താല്പര്യങ്ങളും. മുൽഹിദത്തിൻ അനിൽ ഹക്ക്, ഹക്കിൽ നിന്ന് വ്യതിചലിച്ച് പോയ മറ്റ് പല താല്പര്യങ്ങളും. അങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ താല്പര്യങ്ങളാണ് മറ്റു ത്വരീഖത്തുകളിലൊക്കെ ഉള്ളത്. ലി അന്നൽ ആബിദ് ത്വലബ തഅറദ ലിഉജ്റതിഹി ഔ വസൂഅൽ അദബ്. ലിന്നൽ ആബിദ്, ഒരു അടിമ, ഒരു ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമ, തഅറദ ലി ഉജ്റതിഹി, അവൻ പിന്നെ അജറിലേക്ക്, അതായത് പ്രതിഫലങ്ങളിലേക്കാണ് അവൻ തിരിഞ്ഞതെങ്കിൽ, ഫഹുവ സൂഉൽ അദബ്, അത് യഥാർത്ഥത്തിൽ അദബുകേടാണ്. അക്ലം വ ശർഅൻ, അക്കല് കൊണ്ട് ചിന്തിച്ചാൽ, ബുദ്ധി കൊണ്ട് അദബുകേടാണ്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. അള്ളാഹു നമ്മളെ യജമാനനാണ്, നമ്മൾ അടിമയാണ്. അടിമക്ക് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം തേടാൻ പറ്റുക? അങ്ങനെ ഒരു അടിമ ഉടമ ബന്ധം ഉണ്ടാവുമോ? അടിമ പ്രതിഫലം തേടില്ലല്ലോ, ഇന്ന പ്രതിഫലം കിട്ടണമെന്ന് പറയില്ലല്ലോ. അടിമയല്ലേ, ഉടമയുമല്ലേ. അപ്പം ചിന്തയിൽ തന്നെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല, നമ്മൾ പ്രതിഫലം തേടുന്നത് സ്വർഗത്തു നിന്ന് പ്രതിഫലമാണെങ്കിൽ, മനുഷ്യൻ ഒരടിമയാണ്, സൃഷ്ടിയാണ്. സ്വർഗവും മറ്റൊരു സൃഷ്ടിയാണ്.
ഒരു സൃഷ്ടി എങ്ങനെയാണ് മറ്റൊരു സൃഷ്ടിനെ അന്വേഷിക്കുക, ഒരു സൃഷ്ടി എങ്ങനെയാണ് മറ്റൊരു സൃഷ്ടിനെ തേടുക? അവിടെയും അഖലിയായി ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അതൊരു അദബുകേടാണെന്ന്. അപ്പോൾ ഷെറാൻ അതുപോലെ ശരീഅത്തും അത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മൾ തേടേണ്ടത് അള്ളാഹുവിനെയാണെന്ന്. ലിഅന്നൽ അബ്ദ് അബ്ദ ലാ യുഅജ്ജിറു നഫ്സഹു ലിസയ്യിദിഹി വലാ ലിഗൈരിഹി. യഥാർത്ഥത്തിൽ അടിമ എന്ത് ചെയ്യണം? അവൻ്റെ നാഥനിൽ നിന്ന് ഒന്നും തേടാൻ പാടില്ല, അവൻ ഒരു പ്രതിഫലവും തേടാൻ പാടില്ല. വലാലിയായിരി, അതുപോലെ തന്നെ സ്വന്തത്തിനൊരു പ്രതിഫലം കൽപ്പിക്കാൻ പാടില്ല, മറ്റുള്ളവരിൽ നിന്ന് പ്രതിഫലം തേടാൻ പാടില്ല. ഇല്ലാ ബീദിനി സയ്യിദിഹി, അവൻ്റെ നാഥൻ്റെ സമ്മതത്തോടു കൂടിയില്ലാതെ. വൈല്ലാ ഫഹുവ ളാലിമുൻ, അങ്ങനെയല്ല എങ്കിൽ അവന് അക്രമിയാണ്. അതായത് ഒരു യജമാനൊരു അടിമ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ആ അടിമ സ്വയം കൂലി നിശ്ചയിക്കുകയാണ്, എനിക്ക് ഇന്ന കൂലി വേണം എന്നാലേ ഞാൻ യജമാൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ വേറെ ആരുടെടുത്തെങ്കിലും കൂലി വാങ്ങുകയാണ്. അങ്ങനെ ഒരു അടിമ ശരിക്കും യജമാനന് പറ്റൂലല്ലോ. യജമാനൻ സമ്മതത്തോടു കൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ സ്വയം അങ്ങനെ ചെയ്യുന്ന അടിമകൾക്ക് അടിമത്വത്തിൽ നിലനിൽക്കാൻ പറ്റൂല. അത് അങ്ങനെ ആ ഒരു അടിമ ചെയ്താൽ സ്വയം അവൻ വരെ കൽപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് അതിൻ്റെ പ്രതിഫലം വാങ്ങുകയും ഒക്കെ ചെയ്താൽ അവൻ യഥാർത്ഥത്തിൽ ലാലിമാണ്, അക്രമിയാണ്. വമൻ തഅറള ബി അമലിഹി ലി സവാബിൻ, ആരെങ്കിലും ഒരു അമൽ കൊണ്ട് പ്രതിഫലത്തിലേക്ക് തിരിഞ്ഞാൽ, ഔ റവാ അൻഹു അഹ്ലുൽ അമൽ, അല്ലെങ്കിൽ അവൻ സ്വന്തത്തെ കണ്ടാൽ ഞാനൊരു അമലിൻ്റെ ആളാണ്, എനിക്ക് അമലൊക്കെ ഉള്ള ഒരാളാണെന്ന് സ്വയം കണ്ടാൽ, ഫഹുവ ഐറ മുഅദ്ദിൻ മിനൽ ഉദബ, അദബുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ അദബില്ലാത്തവനാണ്. ആരെങ്കിലും സ്വന്തം അമലുകൾ കൊണ്ട് പ്രതിഫലം കാംക്ഷിക്കുകയോ അല്ലെങ്കിൽ ഞാനൊരു അമലുള്ള ആളാണെന്ന് കരുതുകയോ ചെയ്താൽ അവൻ അദബുള്ളവരെ കണക്കിൽ അദബുകേട് കാണിച്ചവനാണ്. ബൽ മിനൽ ബുഹ്ലി വൽ ഉമറില്ലദീ ലം യുജരിബു, അവൻ്റെ അവസ്ഥ എന്താണ്? അവനൊരു വിവരദോഷിയാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരു അനുഭവ സമ്പത്തില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഫഅലൈക ബിത്വരീഖത്തിൽ അസ്ലിയത്തിൽ സംഹതി, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ യഥാർത്ഥമായ ഈ ത്വരീഖത്തിന് മുറുകെ പിടിക്കണം. ഫഅസ്ലിയത്തു മാനാഹ അൻ ത്വരീഖത്ത സാനിയത്ത മുഫറഅത്തുൻ അൻഹ, ഇത് അസ്ലിയായ മാർഗമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താ? ഇത് ഒറിജിനൽ ത്വരീഖത്താന്ന് പറഞ്ഞതിൻ്റെ സാരം എന്താണ്? മാനാഹു അന്ന ത്വരീഖത്ത സാനി, രണ്ടാമത്തെ ത്വരീഖത്തുണ്ട്, റിയാദകളുടെയും കഠിനമായ പരിശ്രമങ്ങളുടെയും ത്വരീഖത്ത്, അത് മുഫറഉൻ അൻഹ, ഇതിൽ നിന്ന് ശാഖ തിരിഞ്ഞു പോയതാണ്. ഇതാണ് ഒറിജിനൽ, ഇതിൽ നിന്ന് ശാഖ തിരിഞ്ഞു പോയതാണ് മറ്റു ത്വരീഖത്ത്. ബിഖസ്ദി തർഖീഖൽ ഹിജാബ്, എന്തിനു വേണ്ടിയിട്ടാണത്? ഒരാളുടെ മറനെ മൃദു ആക്കാൻ വേണ്ടി. അപ്പം മുമ്പ് ഇതിനെ വിശദീകരിച്ചിരുന്നു. അതായത് 300 വർഷത്തിന് ഹിജറ 300 വർഷത്തിന് ശേഷം 4-ാമത്തെ നൂറ്റാണ്ടിലൊക്കെ ആളുകളുടെ അള്ളാഹുവിലുള്ള മറകൾ ഭയങ്കര വലുതായി മാറി. അങ്ങനെ അവർക്ക് അള്ളാഹിലേക്ക് തിരിയാൻ പ്രയാസമായി. അങ്ങനെ വന്ന സമയത്ത് മശായിഖന്മാർ, ആ കാലഘട്ടത്തിലുള്ള മുറബിയായ ശേഖന്മാർ ഉണ്ടാക്കിയ ഒരു ത്വരീഖത്താണ് ഈ മുജാഹദുകളുടെയും റിയാദകളുടെയൊക്കെ ത്വരീഖത്ത്. വലാ യർജു ഇലൈഹ ഇല്ലാ ബഅദ തജ്രീദി ഫിൽ ഇൻതിഹാ, എന്നാൽ അതും ആ ത്വരീഖത്തും അവസാനം ഈ ഒന്നാമത്തെ ത്വരീഖത്തിലേക്ക് തന്നെ മടങ്ങും. എല്ലാ താല്പര്യങ്ങളും ഒഴിവാക്കി, അല്ലല്ലാത്ത ഒരു ആവശ്യം എനിക്കില്ല, ദുനിയാവിലും ആഖിറത്തിലും ഒരു കാര്യം എനിക്ക് വേണ്ട, അല്ലല്ലാത്ത ഒരു കാര്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ത്വരീഖത്തുകാരും വരും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇറാൻ്റെ തുടക്കകാല സമയത്ത് പറഞ്ഞിരുന്നു, രണ്ടാമത്തെ ത്വരീഖത്തിൻ്റെ മുറബിയായ ശേഖന്മാർ അവരുടെ മുരീദന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറയും, ഇതുവരെ നിങ്ങൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നിങ്ങൾ എല്ലാ താല്പര്യങ്ങളും ഒഴിവാക്കണം. അള്ളാഹുവിനെ അറിയാൻ അല്ലല്ലാത്തൊരു താല്പര്യം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ കശ്ഫിനെ അന്വേഷിച്ചതും അസ്രാറുകൾ അന്വേഷിച്ചതും നിങ്ങൾ ജിന്നുകളെ അടിമപ്പെടുത്താൻ നോക്കിയതും ആഖിറത്തിൽ പല വിഷയങ്ങൾ നേടാൻ പരിശ്രമിച്ചതും അതൊക്കെ ഒഴിവാക്കണം. ഇനി അള്ളാഹ് മാത്രം മതി നമുക്ക്, അങ്ങനെ പറയുന്ന. പക്ഷേ അതിൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഇത് സ്വീകരിക്കുള്ളൂ. പക്ഷെ എന്തായാലും ആ സ്വീകരിക്കുന്ന ആൾക്കാരും വരുന്നത് എങ്ങനെയായിരിക്കും?
ഈ ഒന്നാമത്തെ വഴി സ്വീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വഇന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, തീർച്ചയായും അള്ളാഹുവിലേക്കാണ് എല്ലാവരുടെയും അവസാനത്തെ മടക്കം. അപ്പോൾ ഈ ഒറിജിനൽ വഴിയിലേക്കാണ് എല്ലാവരും മടങ്ങുക. ഫഫ്ഹം കുല്ലഹു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് പൂർണ്ണമായി മനസ്സിലാക്കണം. വലാ തഅ്തറ മഅൽ മുഅ്തറീൻ, വഞ്ചിക്കുന്നവരിലേക്ക് നിങ്ങൾ തിരിയരുത്, അവരുടെ വഞ്ചനയിൽ നിങ്ങൾ പെട്ടുപോകരുത്. ഇതല്ല, ഈ ത്വരീക്കത്തൊന്നല്ല യഥാർത്ഥ ത്വരീക്കത്ത്. അങ്ങനെ ഉണ്ടല്ലോ ആൾക്കാർ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഈ ത്വരീക്കത്ത് തിജാനിത്ത് എന്ത് ത്വരീക്കത്താണ്, എല്ലാവർക്കും കൊടുക്കുകയാണോ ഈ ത്വരീക്കത്ത്? ഇതിൽ റിയാദകളൊന്നും ഇല്ലേ? നമ്മൾ ഉസ്താദ് ഉണ്ടല്ലോ, ആ ഉസ്താദ് എത്ര കാലം റിയാദ് ഇരുന്നിട്ടായി ത്വരീക്കത്ത് കിട്ടിയെന്നറിയോ എന്നൊക്കെ പറയുമല്ലോ ചില ആൾക്കാർ. ആ ഇജാസത്തൊക്കെ അങ്ങനെ കൊടുക്കല, അങ്ങനെ കിട്ടുമെന്നില്ല ഇജാസത്ത്. എത്രയോ ദിവസം വീടിൻ്റെ പുറത്തിങ്ങനെ കാത്തിക്കണം, എന്നിട്ട് അന്വേഷിച്ച് ലാസ്റ്റാണ് ഇജാസത്തൊക്കെ കൊടുക്കുക എന്നൊക്കെ പറയുന്ന കഥകൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ഓർക്ക് ശരി തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? അവർ രണ്ടാമത്തെ ത്വരീക്കത്തിൻ്റെ ആളുകളായതുകൊണ്ടാണ്. എന്നാൽ യഥാർത്ഥ ത്വരീക്കത്ത് ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്വരീക്കത്ത് ഇതാണ്, സ്വഹാബാക്കളുടെ ത്വരീക്കത്ത് ഇതാണ് അസലിയായ ത്വരീക്കത്ത്. ഇതിൽ നിന്ന് നമ്മൾ വഞ്ചിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വഞ്ചകരുടെ വഞ്ചകനെ നിങ്ങൾ കുടുങ്ങിപ്പോരുത്. വഅൻത ഫീ ഹദ്റത്തിൽ ഹഖ് അബദൻ, നിങ്ങൾ എന്നെന്നും അള്ളാഹുവിൻ്റെ ഹക്കിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അപ്പോൾ പല ആൾക്കാരും ഈ രണ്ടാമത്തെ ത്വരീക്കത്തിൻ്റെ ആളുകൾക്ക് പറയാം അള്ളാഹിലേക്കൊന്നും അങ്ങനെ അറിയാം, അപ്പോൾ അള്ളാഹിനെ അറിയാൻ വേണ്ടി ഞാൻ ത്വരീക്കത്ത് സ്വീകരിച്ചാന്ന് പറയും. അള്ളാഹിനെ അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഇത്ര ആൾക്കാരുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടോ അതൊക്കെ? അള്ളാഹിനെ അറിയാനൊക്കെ പറ്റുമോ? അതൊക്കെ നമുക്കുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ അങ്ങനെ അള്ളാഹിനെ അറിയാനൊക്കെ പറ്റുമോ എന്നുള്ള ഒന്ന്. രണ്ടാമത്തെ ചോദ്യം എന്തായിരിക്കും എന്നറിയാം? അത് വലിയ വലിയ ആൾക്കാർക്കാണ്, നമുക്കൊന്നല്ല, അതൊന്നും നമുക്ക് പറ്റൂല എന്ന് പറയുന്ന രണ്ടാമത്തെ അഭിപ്രായക്കാരുണ്ട്. അപ്പോൾ ഈ അഭിപ്രായക്കാരുടെ ഒക്കെ അടിസ്ഥാനം എന്താ അറിയോ? അള്ളാഹു നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, അള്ളാഹിൽ എത്തിപ്പെടാനൊക്കെ ഭയങ്കര പ്രയാസമാണ്, നമ്മൾ ഒരുപാട് കടമ്പകൾ കടക്കണം, ഒരുപാട് മറകൾ ഒക്കെ നമ്മൾ നീക്കണം, എന്നിട്ട് അവസാനം എത്തിച്ചേരേണ്ടതാണ് ആ വഴിയിൽ എന്നതാണ് അവരുടെയൊക്കെ ആദർശം. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് എന്താ? വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ നിങ്ങളെ കണ്ട നാടിയേക്കാൾ നിങ്ങളോട് അടുത്തവനാണ്. ഹബ്ലിൽ വരീദ് പറഞ്ഞാൽ കണ്ടനാടി, നമ്മൾ ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്യുന്നൊരു ഞരമ്പുണ്ട്, ആ ഞരമ്പിനേക്കാൾ നിങ്ങളോട് അടുത്തവനാണ് എന്ന് അള്ളാഹു പറയുന്നു. വഹുവ ഇർഖുൻ മുത്തസിലും ബിൽ ഖൽബ്, ഈ അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, അതൊരു ഇറക്കാണ്, അതൊരു ഞരമ്പാണ്. മുത്തസിലും ബിൽ ഖൽബ്, നമ്മൾ ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്യുന്നൊരു ഞരമ്പാണത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഹബ്ലിൽ വരീദ് വഹുവ നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വഹുവ അഖ്റബു ഇലൈനാ മഅശറൽ ഖൽഖ് മിൻ ഖുലൂബിനാ, സൃഷ്ടികളെ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെക്കാളും അള്ളാഹു നിങ്ങളോട് അടുത്തവനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അടുത്തത് എന്താ? നമ്മൾ ഹൃദയമായിരിക്കും. ആ ഹൃദയത്തെക്കാളും അള്ളാഹു നിങ്ങളോട് അടുത്തവനാണ് എന്ന് അള്ളാഹു പറയാം. വഹുവ മഅക ബിസാത്തിഹി, അള്ളാഹു നിങ്ങളോട് കുറേ അടുത്തവനാണ്, അവിടെ കുറേ ദൂരെയുള്ള ആളാണ്, നിങ്ങൾക്ക് എത്താൻ പറ്റൂല, അതൊക്കെ കുറേ കടമ്പകൾ കഴിയണം എന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹു എന്താ? വഹുവ മഅക ബിദാത്തിഹി, അള്ളാഹു നിങ്ങളെ കൂടെ ഉണ്ട്. ബിദാത്തി, അവൻ്റെ സത്ത കൊണ്ട്. അബി അൽമിഹി, അവൻ്റെ അറിവ് കൊണ്ട്. ചില ഉലമാക്കളൊക്കെ പറയാറുണ്ട് ദാത്ത് കൊണ്ട് അള്ളാഹ് നമ്മൾ കൂടല്ല, അത് തെറ്റാണ്. അള്ളാഹു നമ്മുടെ ദാത്ത് കൊണ്ടും സിഫാത്ത് കൊണ്ടും ഇൽമു കൊണ്ടൊക്കെ നമ്മൾ കൂടെ ഉണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ഉചിതം അള്ളാഹിൻ്റെ രൂപത്തിൽ, നമ്മൾ വിചാരിച്ച രൂപത്തിലല്ല. അപ്പോൾ അള്ളാഹു ദാത്ത് കൊണ്ട് നമ്മൾ കൂടെ ഉണ്ട്. വബി അൽമിഹി, അള്ളാഹിൻ്റെ അറിവ് കൊണ്ട് നമ്മൾ കൂടെ ഉണ്ട്. മഹലാഹിരിക്ക വബാത്തിനിക്ക്, എങ്ങനെയൊക്കെ കൂടെ ഉണ്ട്? നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ആന്തരികമായിട്ട് അവൻ നമ്മൾ കൂടെ ഉള്ളത്. അങ്ങനെയല്ല, അവന് ബാഹ്യമായി നമ്മൾ കൂടെ ഉണ്ട്, ആന്തരികമായി നമ്മൾ കൂടെ ഉണ്ട്. കാരണം അള്ളാഹു തന്നെ പറയുന്നു ഹുവൽ അവ്വലുൽ ആഹിറു ലാഹിറുൽ ബാത്തിൻ. അപ്പോൾ ലാഹിറു അവൻ തന്നെയാണ്, ബാഹ്യവും അവൻ തന്നെയാണ്, ആന്തരികവും അവൻ തന്നെയാണ്. നമ്മൾ വിചാരിക്കും എല്ലാത്തിനും പിന്നിൽ അള്ളയാണെന്ന്. അത് മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹു പിന്നിൽ മാത്രമാണെന്നല്ലല്ലോ പറഞ്ഞത്, അള്ളാഹു ലാഹിറെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മുന്നിലും അല്ല തന്നെയാണ്, മുന്നിലും അല്ല തന്നെയാണ്, പിന്നിലും അല്ല തന്നെയാണ്, തുടക്കത്തിലും അല്ല തന്നെയാണ്, അവസാനം അല്ല തന്നെയാണ്. ലാഹിറുക്ക വബാത്തിനുക്ക, അവൻ മുന്നിലും അല്ല തന്നെയാണ്, ബാഹ്യമായിട്ടും അല്ല തന്നെയാണ്, വബാത്തിനുക്ക ആന്തരികമായും അല്ല തന്നെയാണ്. വമാ കുല്ലി ദുർറത്തി ദറത്തി മിൻ ദുറാത്ത്, അവൻ നിങ്ങളെ ഈ പ്രപഞ്ചത്തിലെ
നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ ഓരോ അണുവിലൂടെയും അവൻ നിങ്ങളെ കൂടെ ഉണ്ട്. ഓരോ അണുവിലൂടെയും അവൻ നിങ്ങളെ കൂടെ ഉണ്ട്. വൽ മഹജൂബ് അൻത ലാ ഹുവ, വ മഹജൂബ് അൻത, നിങ്ങളാണ് അവനിൽ നിന്ന് മറിഞ്ഞെടുക്കുന്നത്. ലാ ഹുവ, അവനല്ല. അവൻ നിങ്ങളുടെ ഏറ്റവും അടുത്തിട്ടാണ്, പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളാണ് മറിഞ്ഞെടുക്കുന്നത്, അവനല്ല. വൈൻ ഹുജിബ്ത ബിനഫ്സിക അൻത ഫീ മർഅൻ മിൻഹു വഖഫാക ശറഫൻ. നീ വൈൻ ഹുജിബ്ത ബിനഫ്സിക, നീ നമ്മളെ നഫ്സിനാൽ നമ്മൾ മറയിട്ട അവസ്ഥയിലാണെങ്കിൽ, നമ്മൾ അള്ളാഹിനെ കാണുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഈ രണ്ടവസ്ഥയിലുണ്ടാവും. ഒന്ന്, അള്ളാഹിനെ അറിയാത്ത ആളുകൾക്ക് അള്ളാഹിനെ കാണുന്നില്ലല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. ഇനി അള്ളാഹിനെ അറിഞ്ഞ ആളുകൾക്ക് അവർ നഫ്സിന് അടിമപ്പെട്ടുകൊണ്ട് അള്ളാഹിൽ നിന്ന് മറ വീണതൊരവസ്ഥയുണ്ടാവും. ഇത് രണ്ടും ഉണ്ടാവുമല്ലോ. ഈ രണ്ടവസ്ഥയിലും അൻത ഫീ മറഇൻ മിൻഹു വഖഫാക ശറഫൻ, ഇങ്ങനൊക്കെയാണെങ്കിലും അവൻ നിങ്ങളെ ദർശിക്കുന്നുണ്ടല്ലോ. അതിന് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അതിനേക്കാൾ വലിയ മഹത്വം എന്താ? അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാനുള്ളൊരു മറ വന്നു പോയി എന്നാണെങ്കിൽ അൻത ഫീ മറഅൻ മിൻഹു വഖഫാക ശറഫൻ, അത് തന്നെ ഏറ്റവും വലിയ ഷറഫാണ്, ഏറ്റവും വലിയ മഹത്വമാണ്. അവന് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെ. കൈഫ യുസവ്വിറു ലക അഖ്ലുക്, നിൻ്റെ ബുദ്ധിക്ക് എങ്ങനെയാണ് പിന്നെ ഒരു കാര്യത്തെ ചിന്തിക്കാൻ പറ്റുന്നത്? അൻ തസ്തഹ്സിൻ ഐറഹു, മറ്റൊന്നിനെ എങ്ങനെയാണ് ഭംഗിയുള്ളതായി കണക്കാക്കാൻ പറ്റും? മിൻ ഹുതൂത്തിൽ മൂബിക്ക, അവസാനിക്കുന്ന പിന്നെ തുടക്കമില്ലാത്ത അവസാനിക്കുന്ന ഒന്നിനെ എങ്ങനെയാണ് നിൻ്റെ മനസ്സ് നല്ലതായി കണക്കാക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ രൂപം നിൻ്റെ മനസ്സിലിങ്ങനെ വ്യക്തമായി കുത്തിവെക്കുന്നത്? അപ്പോൾ നമ്മളെ മനസ്സിൽ അല്ലല്ലാത്ത വസ്തുക്കളുടെ രൂപങ്ങളുണ്ട്. ഈ വസ്തുക്കളുടെ രൂപങ്ങളൊക്കെ അതിൻ്റെ തുടക്കം ഇടുന്ന അള്ളാഹുവിൽ നിന്ന്, അവസാനം അള്ളാഹിലേക്ക്. ഇതിന് തുടക്കവും അവസാനമൊക്കെ ഉണ്ട്. പലതും നശിച്ചു പോകുന്നതാണ്, പലതും എല്ലാം നശിക്കുന്നതാണ്. ഈ നശിക്കുന്ന വസ്തുക്കൾക്ക് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിൽ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്? എങ്ങനെയാണ് അത് നല്ലതാണെന്ന് നിങ്ങൾ കരുതുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് അതിന് സാധിക്കുന്നത്? അള്ളാഹു നിങ്ങളുടെ കൂടെ എങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ അം കൈഫ യഖ്ബുലു അഖ്ലുക്, എങ്ങനെയാണ് നിങ്ങളുടെ ബുദ്ധി സ്വീകരിക്കുന്നത് അൽ ഹിജാബ്, മറനെ, അൻഹു വഹുവ ളാഹിറു വൽ ബാത്തിൻ, അവൻ ബാഹ്യവും ആന്തരികവുമായിരിക്കെ, അവൻ വെളിവായതും മറഞ്ഞിരിക്കുന്നതൊക്കെ ആയിരിക്കെ, അവൻ ഒരുപോലെ ഇതൊക്കെ ആയിരിക്കെ, എങ്ങനെയാണ് നിങ്ങളവനിൽ നിന്ന് മറിഞ്ഞിക്കുക എന്നുള്ളത് നിങ്ങളെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്നത്? അള്ളാഹു പറയുന്ന അള്ളാഹു ലാഹിറാണ്, ബാഹ്യാണ്. അള്ളാഹു പറയുന്ന അള്ളാഹു ബാത്തിനാണ്, ആന്തരികമാണ്. എന്നിരിക്കെ ഞാൻ അള്ളാഹുവിൽ നിന്ന് മറിഞ്ഞിക്കുക എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് ബുദ്ധിക്ക് ചിന്തിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? അത് നിങ്ങൾക്ക് എങ്ങനെ പിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അതൊക്കെ ഞാൻ മറിഞ്ഞിട്ടുള്ള അവസ്ഥയിലാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ലോജിക്കില്ലേ? അള്ളാഹ് വെളിവായിട്ടും മറിഞ്ഞിരിക്കുന്നതൊക്കെ അള്ളാഹ് ബോധ്യപ്പെടുകയും അത് അള്ളാഹ് പറയുകയും എന്നാൽ ഞാൻ അള്ളാഹിൽ നിന്ന് മറിഞ്ഞിക്കുക എന്ന് കൂളായി നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ബുദ്ധിയുടെ അവസ്ഥാവിശേഷം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. കൈഫ തറ സഫറ ഇലൈഹി മിൻ ഉഖ്ബത്തി ലി ഉഖ്ബത്തി വഹുവ മാക്ക്, നിങ്ങളിങ്ങനെ പടിപടിയായിട്ട് ഇതൊക്കെ വിമർശിക്കുന്ന രണ്ടാമത്തെ ത്വരീഖത്തിന് ആളുകളോടാണ് കേട്ടോ. രണ്ടാമത്തെ ത്വരീഖത്തിന് ആൾക്കാരാണ് ഇതൊക്കെ പറയുക. അള്ളാഹുവിൽ നിന്ന് കുറേ മറകളുണ്ട്, അതൊക്കെ വലിയ ആൾക്കാർക്കുള്ള നമുക്കുള്ളൊന്നല്ല, അത് അവിടെ അങ്ങനത്തെ ആൾക്കാർ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ നല്ല മറയിലാണ് നിൽക്കുന്നത്, നമ്മൾ ദുനിയാവിൽ ഇതൊക്കെ ഒന്ന് ശരിയാവാനുണ്ട്, നമ്മളിതൊക്കെ പൂർത്തിയാക്കിയിട്ട് മതി അത്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വാദങ്ങളുണ്ടാവുമല്ലോ. ഈ വാദങ്ങൾക്കൊക്കെ ഉള്ള മറുപടിയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നത്. അള്ളാഹു ലാഹിറും ബാത്തിനൊക്കെ അള്ളാഹാണ് ഇരിക്കെ, എങ്ങനെയാണ് ഇത് മറണ്ട്, ഞാൻ മറയിലാണെന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിനെ പറഞ്ഞ് ഫലിപ്പിക്കാനും പറഞ്ഞ് സമ്മതിപ്പിക്കാനൊക്കെ പറ്റുന്നത് എങ്ങനെയാണ്? കൈഫ തറ സഫറ ഇലൈഹി മിൻ ഉഖ്ബത്തി ലി ഉഖ്ബത്തി വഹുവ മാക്ക്, നിങ്ങൾ വിചാരിക്കുന്ന അള്ളാഹിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഇങ്ങനെ ഘട്ടമായി ഇങ്ങനെ ചവിട്ടുപടി ഇങ്ങനെ കയറി ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി അടുത്ത സ്റ്റെപ്പ്, ഞാനിപ്പോൾ അള്ളാഹിലേക്ക് കുറച്ചും കൂടി എടുത്തു, ഞാൻ കുറച്ചും കൂടി എടുക്കും, ഇനി കുറേ കൂടി അടുക്കാനുണ്ട്. അങ്ങനെ പതിയായിട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് നമ്മൾ കരുതിയത്. എങ്ങനെയാണ് അങ്ങനെ ഒരു യാത്ര നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ അതിന് സാധിക്കുന്നു? ഷെഹറോട് ചോദിക്കുക. വഹുവ മാക്ക്, അവൻ നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ. നിങ്ങൾ നാലിച്ചൊക്കെ ഒരു മനുഷ്യൻ നമ്മളെ കൂടെ ഉണ്ട് എപ്പോഴും. ഒരു മനുഷ്യൻ്റെ കഥ വിചാരിച്ചു വെക്കുക, എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. അങ്ങനെയുള്ള ആളിലേക്ക് ഞാൻ ഇങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ യുക്തി എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്ത് ഒരു പൊട്ടത്തരാ പറയണത്? അള്ളാഹിലേക്ക് പടിപടിയായിട്ട് മുന്നോട്ട് പോയേ. അള്ളാഹു മാക്കും അയിനമാ കുൻതും അള്ളാഹു ഖുർആനിൽ പറഞ്ഞതല്ലേ, അള്ളാഹു നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി.
അപ്പം അങ്ങനത്തെ റബ്ബിലേക്ക് നിങ്ങളിങ്ങനെ പടിപടിയായ പോവാന്നാണോ നിങ്ങൾ പറയുന്നത്? അം കൈഫ യഖ്ദുറു ബിബാലിക അന്നക തസ്ഹദു മിനദ് ദുനിയ വഅൻത ഖുലിഖ്ത മിൻഹാ വഹിയ ഉമുഖ്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ബുദ്ധി ചിന്തിക്കാൻ പറ്റുന്നത്? ദുനിയാവിനൊക്കെ ഒഴിവാക്കണം എന്നിട്ട് അള്ളാഹ് എത്തിച്ചേരാൻ പറ്റുള്ളൂ. എങ്ങനെ ചിന്തിക്കും? ഞാനിപ്പോൾ ദുനിയാവിലാണ്, കുറേ ചിന്തകളിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ ദുനിയാവൊക്കെ ഒഴിവാക്കിയാൽ അള്ളാഹിനെ കിട്ടുള്ളൂ എന്നൊക്കെയാണ് ഈ ആൾക്കാർ പറയാം. നിങ്ങളിപ്പോൾ ദുനിയാവിലല്ലേ, നിങ്ങൾക്ക് നല്ല വീടില്ലേ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് കിടന്നുറങ്ങുന്നവരല്ലേ, നിങ്ങൾക്ക് കാറില്ലേ, അതില്ലേ, അതൊക്കെ ഒഴിവാക്കണം, ഭാര്യയില്ല, മക്കളില്ല, അവരൊക്കെ ഒഴിവാക്കണം, കാട്ടിൽ പോകണം, എന്നാലേ അള്ളാഹിനെ കിട്ടുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരോട് പറയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ദുനിയാവിനെ ഒഴിവാക്കണം, അവനെ കിട്ടാൻ എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? വാൻത ഹുലിഖ്ത മിൻഹ, അതിൽ നിന്നാണ് അള്ളാഹ് നിങ്ങളെ പഠിച്ചതെന്നുള്ള കാരണം കൊണ്ട് അതിൽ നിന്നല്ല അള്ളാഹ് നിങ്ങൾ പഠിച്ചത്. പിന്നെ എങ്ങനെ അത് നിങ്ങൾക്ക് ഒഴിവാക്കുക? വഹിയ ഉമ്മുക്ക്, അത് നിങ്ങളുടെ ഉമ്മയാണ്. ദുനിയാവ് നിങ്ങളുടെ ഉമ്മയാണ്. എങ്ങനെ അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുക? അം കൈഫ തസ്ഹദു അനിൽ ജന്ന, എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വർഗത്തിന് ഒഴിവാക്കാൻ പറ്റുക? വഹിയ ദാറുൽ അബീദ്, അത് അടിമകൾക്ക് അള്ളാഹു സംവിധാനിച്ച വീടാണെന്നിരിക്കെ നമ്മളിതൊന്നും ഒഴിവാക്കണം അള്ളാഹു നമ്മൾ പറയുന്നില്ല. ഇത് നമ്മൾ ലക്ഷ്യം വെക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ദുനിയാവ് ഒഴിവാക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അള്ളാഹിനെ കിട്ടാൻ ദുനിയാവ് ഒഴിവാക്കണം, നമ്മളൊക്കെ തെറ്റിദ്ധാരണ, ദുനിയാവ് ഒഴിവാക്കിയാൽ അള്ളാഹിനെ കിട്ടും, അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടില്ല. സ്വർഗത്തെ ലക്ഷ്യം വെക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗ്ഗം അള്ളാഹു തന്നെ നമുക്ക് സ്വീകരിക്കാം, കാരണം സ്വർഗ്ഗം അടിമകൾക്കുള്ള വീടാണ്. സ്വർഗത്തിന് ലക്ഷ്യം വെക്കുന്നത് ഒഴിവാക്കണം, ദുനിയാവിനെ ലക്ഷ്യം വെക്കുന്നത് ഒഴിവാക്കണം. അപ്പോൾ ദുനിയാവിനെയോ സ്വർഗത്തിനെയോ ഒഴിവാക്കാൻ അള്ളാഹു നമ്മൾ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾക്കത് ഒഴിവാക്കാൻ തോന്നുന്നത്? കാരണം അത് നിങ്ങളുടെ വീടായിട്ട് അടിമക്ക് അള്ളാഹു സംവിധാനിച്ച വീടല്ലേ. അം കൈഫ തസ്അലുക നിഅം അൻഹു വഹുവ മുഹദീഹ ലക ലിതവസ്സുലി ബിഹാ വലിതസ്തഈനി ബിഹാ ലിതകൂന ലക ഹിജാബൻ ഫിൽ ബഅദിൽ ഔഖാത്ത് ലിഅല്ലാ തുദ്ഹിബ മിൻ ഹാലിഹി. അം കൈഫ തസ്അലു നിഅം അൻഹു, അള്ളാഹു ചില നിയമത്തുകൾ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ട് എങ്ങനെയാണ് ആ നിയമത്തുകളിൽ നിങ്ങൾക്ക് മുഴുകിയിട്ട് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് തെന്നി മാറാൻ നിങ്ങൾക്ക് പറ്റുന്നത്? അള്ളാഹുവിൽ നിന്ന് വൈദ്യ മാറാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹു തന്ന നിയമത്തിലൂടെ സാധിക്കുന്നത്? അപ്പോൾ അള്ളാഹു ആണല്ലോ നിയമത്ത് തന്നത്, അനുഗ്രഹങ്ങൾ തന്നത് അള്ളാഹു അല്ലേ. ഈ അനുഗ്രഹങ്ങളാണ് എനിക്ക് അള്ളാഹുവിൽ നിന്ന് മറയാവുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? അതെങ്ങനെ അള്ളാഹുവിൽ നിന്ന് മറയാവുക? ലിതവസ്സുൽ ബിഹ, കാരണം അതിലൂടെയാണ് അള്ളാഹു നിങ്ങളോട് അവനിലേക്ക് അടുക്കാൻ പറഞ്ഞത്. വലിതസ്തഈന ബിഹ, അതിനെക്കൊണ്ടാണ് നിങ്ങളോട് അള്ളാഹു തേടാൻ പറഞ്ഞത്, സഹായം തേടാൻ പറഞ്ഞത്. ലിതകൂന ലക ഹിജാബൻ, അള്ളാഹു നിങ്ങൾക്കതൊരു മറയാക്കി വെച്ചിട്ടുള്ളത്. ഫി ബഅദിൽ ഔഖാത്ത്, ചില സമയങ്ങളിൽ, ലിഅല്ലാ തദൂബ മിൻ ജലാലിഹി, അവൻ്റെ ജലാലിനെ നേരിട്ട് നമ്മൾ ആസ്വദിക്കാൻ നിന്നാൽ അത് നമ്മളെ തകർത്ത് കളയും എന്ന കാരണം കൊണ്ടാണ് അവൻ ഈ ഹിജാബിനെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് തന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കും, ഞാൻ ചില ആൾക്കാരൊക്കെ എനിക്ക് അള്ളാഹനെ കിട്ടിയാൽ മതി, വേറെ ഒന്നിലേക്ക് ഞാൻ ശ്രദ്ധിക്കും, എനിക്ക് അള്ളാഹനെ അങ്ങോട്ട് നേരിട്ട് കാണണം, വേറെ ഒന്നും വേണ്ട. അള്ളാഹു ഒരു ആരിഫായ മനുഷ്യപ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ ആരിഫാണ്, എന്നാലും ഞാൻ അള്ളാഹിൻ്റെ ആരിഫായാണ്, ഞാനിപ്പോൾ എന്നാലിപ്പോൾ ഞാൻ അള്ളാഹിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. എങ്ങനെയാണ് ഇപ്പോൾ അള്ളാഹിനെ നമ്മൾ നേരിട്ട് കാണും? അള്ളാഹു ഈ മറകൾ വെച്ച തന്നെ ആ മറകളിലൂടെ അള്ളാഹുവിനെ തേടാനും ആ മറകളിലൂടെ അള്ളാഹുവിലേക്ക് സഹായം തേടാൻ നമ്മളോട് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് അള്ളാഹിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കത് നാശമായിരിക്കും ചെയ്യുക, നമ്മൾ നശിച്ചു പോവും, നേരിട്ട് കണ്ടാൽ നശിച്ചു പോവും, നമുക്ക് താങ്ങാനുള്ള കഴിവുണ്ടാവില്ല എന്ന കാരണം കൊണ്ട് അതിൻ്റെ ഇടയിൽ ഈ മറകൾ വെച്ചത്. ഈ മറകൾ ശരിക്കും നമുക്കുള്ള അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ആരിഫായ മനുഷ്യൻ ഈ മറകളിലൂടെ അള്ളാഹിനെ കാണണം. ആരിഫായ മനുഷ്യൻ ഈ മറകളിലൂടെ അള്ളാഹുവിലേക്ക് സഹായം തേടണം. ഈ മറകളെ ചിലപ്പോൾ മറകളായിട്ട് തന്നെ മനസ്സിലാക്കും, അതും ചിലപ്പോൾ നമുക്കൊരു റഹ്മത്തായിട്ട് തന്നതായിരിക്കും, അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ മറകൾ ഒരിക്കലും യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള മറകളല്ല, അള്ളാഹു നമുക്ക് തന്ന കാരുണ്യമാണ്, അനുഗ്രഹമാണ്. ഫന്യമ ഇന്നമാ ഉഹുദീ തലക്ക ലിതഹജുബുക അൻ റുയത്തിൽ ജമാൽ, അള്ളാഹു നിങ്ങൾക്ക് നിയമ അനുഗ്രഹങ്ങൾ ഇന്നമാ ഉഹുദീക, അള്ളാഹു നിങ്ങൾക്കത് ഹദിയായിട്ട് തന്നത് ലിതഹജുബുക അൻ റുയത്തിൽ ജമാൽ, അള്ളാഹിൻ്റെ ജമാലിൽ നിന്ന് ഉള്ള ഒരു മറയായിട്ട്, അതിന് മറ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹിൻ്റെ ജലാലും ജമാലും നമുക്ക് പൂർണ്ണമായും നേരെ ആസ്വദിക്കുക എന്ന് പറഞ്ഞത് പ്രയാസമാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില മാധ്യമങ്ങൾ അള്ളാഹു വെച്ചു. എന്തിന്? അത് നമുക്ക് പറ്റുന്ന രൂപത്തിൽ കഴിക്കാൻ വേണ്ടി. നമുക്ക് ഒരു സ്ഥലത്ത് ഒരാൾ നമ്മൾ കല്യാണത്തിന് വിളിച്ചു, അപ്പോൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്ക് ബിരിയാണി ചെമ്പ് മൊത്തം കൊണ്ടുത്തരും ആരെങ്കിലും? ഇല്ലല്ലോ, നമ്മൾ പ്ലേറ്റിലാക്കിയില്ല കൊണ്ടുത്തരും.
അതുപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ നമ്മളെ മുമ്പിൽ എത്തിക്കുള്ളൂ. എന്താ നമുക്കതെല്ലാം കൂടി താങ്ങാൻ പറ്റില്ല എന്നുള്ള കാരണം കൊണ്ട്. ഫലോ റഅയ്തുഹു ബിലാ വസാതതി നിഅം, നീ ഈ ഈ അനുഗ്രഹങ്ങളുടെയും നിങ്ങളുടെയും ഇടയിൽ ഈ അനുഗ്രഹങ്ങളാവുന്ന വസാത്തിത്വങ്ങൾ, അതായത് മധ്യവർത്തികളില്ലായിരുന്നുവെങ്കിൽ ലതശാലത്ത് അർക്കാനുഹ, നിങ്ങളുടെ എല്ലാം നശിച്ചു പോകുമായിരുന്നു. ഈ അനുഗ്രഹങ്ങളാകുന്ന മധ്യവർത്തികൾ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ നിലനിർത്താൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകുമായിരുന്നു. ഉൾക്കൊള്ളാൻ അള്ളാഹിൻ്റെ ജമാലോ അള്ളാഹിൻ്റെ ജലാലോ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കൂല. ആ സാധിക്കുന്നത് അതിൻ്റെ ഈ പാകപ്പെട്ട രൂപത്തിലാണ്. ഇപ്പം നമുക്ക് മധുരമാണെങ്കിലും എരിവാണെങ്കിലും പാകപ്പെട്ട രൂപത്തിലല്ല മധുര എരിവൊക്കെ താങ്ങാൻ പറ്റും. ഒരു വെളിച്ചാണെങ്കിലും നമുക്ക് പാകപ്പെടുന്ന രൂപത്തിലല്ലേ വെളിച്ചവും ഇരുട്ടുമൊക്കെ താങ്ങാൻ പറ്റും. അതേപോലെ അള്ളാഹിൻ്റെ ജമാലും ജലാലും ഒക്കെ നമുക്ക് പാകപ്പെട്ട രൂപത്തിലേക്ക് താങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു ഈ മറകൾ വെച്ചിട്ടുള്ളത്. എന്തിന്? പാകപ്പെട്ട രൂപത്തിൽ നമുക്ക് തരാൻ, അത് പകർന്നു തരാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി ഒഴിവാക്കി എനിക്ക് നേരിട്ട് അള്ളാഹിനെ കിട്ടണമെന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ അതിലേക്ക് നാശമാണ് അതിലൂടെ വരുത്തി തീർക്കുന്നത്. അപ്പോൾ ഇതൊന്നൊരു അപ്പോൾ ഇതൊക്കെ അള്ളാഹ് എന്തിനാ പറഞ്ഞത്? ഇതൊക്കെ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളായിട്ട് നമ്മൾ വെച്ചതാണ്. എന്തിനു വേണ്ടി? നമ്മളെ ഗുണത്തിന് വേണ്ടി. ഇതൊന്നും അള്ളാഹിൽ നിന്ന് നമ്മൾ മറക്കേണ്ടതില്ല. അള്ളാഹിനെ അറിയാത്ത ഒരാളാണെങ്കിൽ ഇതൊക്കെ അള്ളാഹു നമുക്ക് ഒരു റാഹത്തിന് വേണ്ടി വെച്ചതല്ലേ. ഇതൊക്കെ എങ്ങനെ അള്ളാഹുവിൽ നിന്ന് നമ്മൾ മറക്കുക? അതുപോലെ തന്നെ അള്ളാഹിനെ അറിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങളെന്തിനാണ് ഇതൊക്കെ പോയിട്ട് എനിക്ക് അള്ളാഹിനെ നേരിട്ട് കാണണം എന്ന് എന്തിനാണ് ചിന്തിക്കുന്നത്? കാരണം നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതേ നിങ്ങൾക്ക് അള്ളാഹു തരുന്നുള്ളൂ. എല്ലാം നേരിട്ട് എന്ന് പറഞ്ഞ സാധനം സാധ്യമല്ല, നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ആ കാരണം കൊണ്ടാണത്. അപ്പോൾ എപ്പോഴും ഹിജാബുൽ ആദം, ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു, ഒരു ആരിഫ് എപ്പോഴും നോക്കേണ്ടത് ഹിജാബുൽ ആദമിലേക്കാണ്. അബ്ദുൽ അക്ബർ ഏറ്റവും വലിയ അടിമയിലേക്ക്, ഹിജാബുൽ ആദം ഏറ്റവും വലിയ മറയിലേക്ക്, മിറാഅത്തുൽ ആദം ഏറ്റവും വലിയ കണ്ണാടിയിലേക്ക്, അതിലേക്കാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരടിമ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ അടിമ അള്ളാഹിൽ നിന്ന് ഫന ആയി തിരിച്ചു വരുമ്പോൾ അവന് അള്ളാഹിൻ്റെ കാമിലായൊരു മനുഷ്യനിലേക്ക് തിരിച്ചു വരുന്നത്. എന്തുകൊണ്ട് തിരിച്ചു വരുന്നു? കാരണം അവരിലൂടെ അല്ലാതെ അവനക്ക് പാകപ്പെട്ട രൂപത്തിലൊന്നും കിട്ടൂല. എല്ലാം ബാക്കിയൊന്നും അവന് താങ്ങാൻ പറ്റുന്നതല്ല. അവൻ നോർമലായി ജീവിക്കണോ? അവന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി ഭാര്യ മക്കളായിട്ട് ഒക്കെ ജീവിക്കണോ? ജോലി ചെയ്യണോ? നോർമലായി മനുഷ്യനായി നടക്കണോ? അവന് ഇതേ ഉൾക്കൊള്ളാൻ പറ്റൂ. അത് അവനോടുള്ള റഹ്മത്താണ്. അതിലൂടെ കിട്ടുന്ന കുറച്ചീച്ച ആസ്വദിച്ചിട്ട് മുന്നോട്ട് പോകും. അവൻ്റെ ദർജക്കനുസരിച്ച് അവൻ്റെ അവസ്ഥക്കനുസരിച്ച് അള്ളാഹു ആ ഒരു മധ്യവർത്തിയിലൂടെ ഇങ്ങനെ പാകപ്പെട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതിങ്ങനെ കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മളുടെ അവസ്ഥക്കനുസരിച്ച് എല്ലാം നേരിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പോയി നമുക്ക് നമ്മളെ ഈ ജീവിതത്തിന് ഈ നല്ല രൂപത്തിൽ ഇങ്ങനെ ജീവിക്കാനും പറ്റൂല. അതുകൊണ്ടാണ് അടുത്ത വരിയിൽ ശൈഖ് അവർകൾ പറയുന്നത്, ഫലോ റഅയ്ത സിറുൽ ഖദ്രി ലതമ്മാമുറുക്ക്, നിങ്ങളെങ്ങാൻ ശരിക്ക് ഖദറിൻ്റെ സിറിനെ നേരിട്ട് അങ്ങോട്ട് കാണാൻ നോക്കിയാൽ ലതമ്മാമുറുക്ക്, നിങ്ങളെല്ലാം അതോടുകൂടി നിങ്ങൾ തീരുമാനവും പ്രജാത്ത് ആയിനുല്ലാതെ നിങ്ങൾ ഇല്ലാണ്ടായിപ്പോൾ അതോടുകൂടി. ഇതിൻ്റെയൊക്കെ രഹസ്യം എന്താണ്? എനിക്ക് രഹസ്യത്തിന് നേരിട്ട് ഇങ്ങോട്ട് കാണണം എന്ന് ഒരാളങ്ങ് തീരുമാനിച്ചാൽ ലതമ്മാമുറുക്ക്, നിങ്ങളതോടുകൂടി നിങ്ങളെ കഥ കഴിഞ്ഞു. വർജാത്ത് അയിനുൽ അദം, നിങ്ങളില്ലായ്മയിലേക്ക് പോയിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന കണ്ണാടിയിലൂടെ, അവിടുത്തെ ഖലീഫയാകുന്ന കണ്ണാടിയിലൂടെയാണ് നമ്മൾ നോക്കേണ്ടത് അള്ളാഹുലേക്ക്. അവരിലേക്ക് നമ്മൾ തിരിയേണ്ടത്. എന്നാലേ നമുക്ക് പരിപൂർണതയിൽ നമുക്ക് അള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവരെയാണ് അതിലൂടെ നമ്മൾ ആസ്വദിക്കേണ്ടത്. കാരണം അവരാവുന്ന കണ്ണാടിയിലൂടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് നമുക്ക് പാകപ്പെട്ട കാരണമായിരിക്കും. അതേസമയം നേരിട്ട് നോക്കാൻ പോയാൽ നമ്മൾ ഇല്ലാണ്ടായിപ്പോൾ എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അം കൈഫ തുഷാഹിദു നിഅം ഫി ഐരിഹി വഹുവൽ ഖാലിഖു ലഹ അം കൈഫ തമീലു ലി ഐരിഹി വഹുവ സയ്യിദുക വൈസുക് അം കൈഫ തുഷാഹിദു നിഅമ മിൻ ഐരിഹി, മറ്റൊരു ആളുടെ അടുത്തു നിന്നാണ് ഈ അനുഗ്രഹങ്ങൾ വരുന്നത് നിങ്ങൾ എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കുന്നത്? വഹുവ ഖാലിഖു ലഹ, അവനാണ് നിങ്ങൾ സൃഷ്ടിച്ച് എന്നിരിക്കെ. അപ്പോൾ അള്ളാഹു ആണ് അനുഗ്രഹം തരുന്നത് എന്നുള്ള, അവനാണല്ലോ അനുഗ്രഹം നൽകുന്നത്. അങ്ങനെ അവനാണ് അനുഗ്രഹം നൽകുന്നതെന്നുള്ള അർത്ഥത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അവനല്ലാത്ത ഒരുവനിലേക്ക് തിരിയാൻ പറ്റുന്നത്? അല്ലാത്ത ഒരുവനാണ് നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ തരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നത്? അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അല്ലല്ലോ അതൊക്കെ തരുന്നത്. അം കൈഫ തമീലു ലി ഐരിഹി, മറ്റൊരാളിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെരിയാൻ പറ്റുന്നത്? വഹുവ സയ്യിദുക്,
അവനാണ് നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ നാഥൻ. വൈസുഖ്, അവൻ്റെതാണ് പ്രൗഢി, അവൻ്റെതാണ് ഇജ്ജത്ത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കെ എങ്ങനെയാണ് അവനില്ലാത്ത ഒന്നിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? അം കൈഫ തത്തബ്യു ഹവാഖ് വഫീഹി അത്ബുഖ്, എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹേച്ഛകൾക്ക് തന്നിഷ്ടങ്ങൾക്ക് അടിമപ്പെടാൻ പറ്റുന്നത്? വഫീഹി അത്ബുഖ്, അത് നിങ്ങളെ നാശത്തിലേക്കുള്ളൊരു കാരണമാണെന്നിരിക്കെ നിങ്ങൾക്കറിയില്ല അതൊക്കെ നിങ്ങൾ നാശത്തിലേക്കുള്ള കാരണമാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ദേഹേച്ഛകൾക്കും അതുപോലെ തന്നെ തന്നിഷ്ടങ്ങൾക്കും അടിമപ്പെടാൻ പറ്റുന്നത്? അം കൈഫ തസീലു ബസീറത്തുക്, അം കൈഫ തസീലു ബസീറത്തുക്, എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളെ കാഴ്ചനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? ഇലേഹി വഹുവ ഖിദമു അൻത ഹുദൂസ്, അവൻ ആദ്യേ ഉള്ളത്, എങ്ങനെയാണ് അവനിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? വഹുവ ഖിദമുൻ, അവൻ ആദ്യേ ഉള്ളതാണ്. അൻത ഹുദൂസ്, അവൻ നിങ്ങൾ ഉണ്ടായിത്തീർന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവനെ നോക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് കാണാൻ പറ്റും അള്ളാനെ നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? അവൻ ആദ്യേ ഉള്ളവനല്ലേ, നിങ്ങൾ ഉണ്ടായിത്തീർന്നവനല്ലേ, എങ്ങനെ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? അം കൈഫ തസ്തദില്ലു അലൈഹി വഹുവ ളാഹിറു ഫീ കുല്ലി ഷൈഇൻ, എങ്ങനെയാണ് മറ്റൊന്ന് അവനിലേക്ക് നിങ്ങളെ മാർഗദർശനം ചെയ്യുക? വഹുവ ളാഹിറു ഫീ കുല്ലി ഷൈഇൻ, എല്ലാത്തിലും അവൻ വെളിവായി ഇരിക്കെ, എല്ലാത്തിലും ഒരാളാണ് വെളിവാകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ എങ്ങനെയാണ് മറ്റൊന്ന് നിങ്ങൾ അവനിലേക്ക് സൂചിപ്പിക്കുന്നത്? അങ്ങനെ അവനിലേക്ക് സൂചന ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹുവിലേക്ക് ഒരാൾക്ക് നിങ്ങളെ സൂചന നൽകേണ്ട ആവശ്യമുണ്ടോ? ഒരു അടയാളം നൽകേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ മാർഗദർശനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വഹുവ ളാഹിറു ഫീ കുല്ലി ഷൈഇൻ, എല്ലാത്തിലും അവനാണ് വെളിവായിരിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ? അം കൈഫ തുഷീറു ഇലൈഹി വഹുവ ഹാദിറുൻ, എങ്ങനെയാണ് ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു സൂചന നൽകാൻ പറ്റുന്നത്? വഹുവ ഹാദിറുൻ, അവൻ ഓൾറെഡി ഇവിടെ ഉണ്ടായിരിക്കെ, ഒരാളിവിടെ പ്രസൻ്റായി നിൽക്കെ എങ്ങനെയാണ് ആ പ്രസൻ്റായ ഒരാളെ, സന്നിഹിതനായ ഒരാളിലേക്ക് ഒരാൾക്ക് സൂചന നൽകാൻ പറ്റും? സൂചനയുടെ ആവശ്യമില്ല, ഓൾറെഡി അവൻ ഇവിടെ ഇല്ലേ? അം കൈഫ തുനാദീഹി വഹുവ ഗായിബ്, നിങ്ങളെങ്ങനെയാണ് അവന് വിളിക്കുന്നത്? അള്ളാഹുവേ എനിക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളീൻ്റെ ഉദ്ദേശം എന്താ? അവന് കുറേ ദൂരാന്നുള്ള അർത്ഥത്തിൽ അവൻ വിളിക്കുന്നത്. ഇതൊന്നും വിളി തെറ്റാന്നുള്ള അർത്ഥത്തിലൊന്നല്ല കേട്ടോ പറയുന്നത്. ഇത് ഒരു ഹഖീഖത്ത്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി തരാനും രണ്ടാമത്തെ വൈക്കാരെ എതിർക്കാനുമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ വൈക്കാരാണ് ഇതൊക്കെ നമ്മൾ ചെയ്യണം, നമ്മൾ കുറേ പരിശ്രമിക്കണം, നമ്മൾ അവനിലേക്ക് ഓടണം, അത് ഇത് നേടിയെടുക്കണം എന്നൊക്കെ പറയുന്നത് അവർക്കുള്ള മറുപടിയാണിത്. അം കൈഫ തുനാദി, നിങ്ങളെങ്ങനെ അവന് വിളിച്ച് തേടുന്നത്? ബഹു ആയിറു ആയിബ്, അവന് മറഞ്ഞിട്ടൊന്നല്ലല്ലോ, അവിടെ ഇല്ലേ, അവന് മറഞ്ഞിട്ടൊന്നല്ലോ, മറഞ്ഞ ഒരാളല്ലേ നമ്മൾ വിളിച്ചു നോക്കേണ്ടേ ഉള്ളൂ. ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ വിളിച്ചു നോക്കുന്നത്? അം കൈഫ തത്ലുബുഹു സിയാദത്തൻ വഖദ് ഫറഅ മിൻ അംരിക്, നിങ്ങളെങ്ങനെയാണ് നിങ്ങളെ കാര്യങ്ങളിലൊക്കെ വർധനവ് ചോദിക്കുക? ഓൾറെഡി നിങ്ങളെ കാര്യങ്ങളൊക്കെ അവൻ തീരുമാനിച്ചിരിക്കെ. അം കൈഫ തുഷാഹിദുഹു വഹുവ നൂറുൻ കാഹിറുൻ, എങ്ങനെയാണ് നിങ്ങൾ അവന് സാക്ഷ്യം വഹിക്കുക? വഹുവ നൂറുൻ കാഹിറുൻ, എല്ലാത്തിനെയും സ്വാധീനിക്കുന്ന, പിടികൂടുന്ന, എല്ലാത്തിനെയും ഭരിക്കുന്ന പ്രകാശം അവനായിരിക്കെ. എനിക്ക് അവനെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. കാണുന്ന ഈ കണ്ണുകൊണ്ടല്ലേ, ഈ കണ്ണിനെ നിയന്ത്രിക്കുന്ന അവൻ തന്നെയല്ലേ. കണ്ണിൻ്റെ ഉള്ളിലുള്ള പ്രകാശം അവൻ തന്നെ, പ്രകാശത്തിന്മേൽ പ്രകാശമല്ലേ, നൂറിനല നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശം, പ്രകാശത്തിൻ്റെ ഉള്ളിലുള്ള പ്രകാശം അവൻ തന്നെയാണ്, ഇരുട്ടിൻ്റെ ഉള്ളിലുള്ള പ്രകാശം അവൻ തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ അവൻ അങ്ങനെ ആയിരിക്കെ അവനെ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നത്? അം കൈഫ തുഹിബ്ബുഹു വഹുവ ഫായിലു ഫീഖ്, നിങ്ങളെങ്ങനെയാണ് അവനെ ഇഷ്ടം വെക്കാമെന്ന് വിചാരിക്കുന്നത്? വഹുവ ഫായിലു ഫീഖ്, നിങ്ങളുള്ളിലും പ്രവർത്തിക്കുന്നത് ആണെന്നിരിക്കെ. നിങ്ങൾ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങളുള്ളിലും പ്രവർത്തിക്കുന്ന അവൻ തന്നെയല്ലേ. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇഷ്ടപ്പെടാൻ പോകുന്നു എന്നൊക്കെ, എനിക്ക് അള്ളാനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയാം? എനിക്ക് അള്ളാനെ പണ്ടേ ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അള്ളാഹ് മാത്രം മതി, എനിക്ക് എന്ന് പറഞ്ഞ് ഈ വാക്കുകൾ എവിടുന്ന് വരും? നമ്മളുള്ളിലും പ്രവർത്തിക്കുന്ന അവൻ തന്നെയായിരിക്കെ. നമുക്കെങ്ങനെ ആ ഒരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റുക? അം കൈഫ തുവാഹിദുഹു, എങ്ങനെയാണ് നിങ്ങൾ തൗഹീദ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? വഹുവ വാഹിദുൻ അഹദുൻ ഖബ്ല വുജൂദിക്, നിങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അവൻ ഏകനാണെന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ തൗഹീദിലെത്തുക? എങ്ങനെയാണ് നിങ്ങൾ തൗഹീദിനെ അവകാശവാദം ഉന്നയിക്കുക?
അം കൈഫ തഹ്ദിമുഹു വഹുവ അനിയുൻ അൻ കുല്ലി ഷൈഇൻ, എങ്ങനെയാണ് നിങ്ങൾക്ക് അവന് ഹിദ്മത്ത് ചെയ്യാൻ പറ്റുക? അള്ളാഹു നിങ്ങൾക്ക് എങ്ങനെ ഹിദ്മത്ത് ചെയ്യാൻ പറ്റും? വഹുവ അനിയുൻ, അവൻ സമ്പന്നനാണ്, അൻ കുല്ലി ഷൈഇൻ, ഒരാളെ ആവശ്യമില്ലാത്ത രൂപത്തിൽ അവൻ സമ്പന്നനാണ്. അങ്ങനെ ഇരിക്കുക അള്ളാഹുവിന് ഞാൻ അള്ളാഹിൻ്റെ ഹിദ്മത്തിൽ ജീവിക്കുകയാണ്, അള്ളാഹിൻ്റെ ദീനിൻ്റെ ഹിദ്മത്തിലാന്നൊക്കെ നമ്മൾ പറയല്ലേ. നമ്മളെ ഹിദ്മത്തിന് അള്ളാഹിൻ്റെ എന്താവശ്യം, അള്ളാഹ്ക്ക് എന്താവശ്യമുള്ളത്? ഒരാവശ്യമില്ല. അവന് അനിയാണ്, അവൻ സമ്പന്നനാണ് ഈ ആവശ്യങ്ങൾ തൊട്ടൊക്കെ. അം കൈഫ തഅസീഹി വഅൻത ബിമറഅൻ മിൻഹു, എങ്ങനെയാണ് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റുന്നത്? അവൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ, അവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്കറിയില്ലേ, എങ്ങനെയാണ് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റുന്നത്? അം കൈഫ തഅഫലു അൻഹു വഹുവ സയ്യിദു കാഹിർ, അവൻ എല്ലാത്തിനും സ്വാധീനിക്കുന്ന ശക്തനായ നാഥനാണെന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് അവനിൽ നിന്ന് അഫലത്തിലാവുന്ന അശ്രദ്ധനാവാൻ പറ്റുന്നത്? എല്ലാത്തിനും സ്വാധീനിക്കുന്ന അവൻ തന്നെയല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ പറയാറില്ലേ, ഞാനിപ്പോൾ ജോലിയിലായിട്ട് അള്ളാഹിൽ നിന്ന് ശ്രദ്ധ വിട്ടുപോയി, ഞാൻ അതിലായിരുന്നു, അപ്പോൾ അതിൽ കുറച്ചപ്പോൾ അള്ളാഹിന് ശ്രദ്ധ, എങ്ങനെയാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത്? അതിനെ നിയന്ത്രിക്കുന്ന അവൻ തന്നെയല്ലേ, അതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന അവൻ തന്നെയല്ലേ. പിന്നെ എങ്ങനെയാണ് അതൊക്കെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധനാക്കുക? അതൊഹ്സിനുൽ ഗഫ്ലത മിൻക അൻ സിയാദത്തിൽ മാലിക്, അള്ളാഹുവിൻ്റെ മാലിക്കായ റബ്ബിൻ്റെ മുമ്പിൽ അഫ്ലത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? അം കൈഫ തൻഹമിക ബിലദ്ദാത്തിൻ നിഅമി മുൻഖതിഅൻ ബിഹാ അൻ മൗലാക്, അള്ളാഹുവിൽ നിന്ന് മുറിച്ച് കളഞ്ഞ് അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളുടെ സന്തോഷത്തിൽ മുഴുകുന്നത് അത്ര നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? അത് അള്ളാഹുവിൽ നിന്ന് മുറിഞ്ഞിട്ട് അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളിൽ സന്തോഷം കണ്ടെത്തുക, അതത്ര നല്ലതാണോ? നമ്മൾ അള്ളാഹുവിൽ നിന്ന് മറയായി കണക്കാക്കുന്ന എന്താ? അത് അള്ളാഹിനെ തന്ന അനുഗ്രഹങ്ങൾ തന്നെ. ആ അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളിൽ മുഴുകിയിട്ട് അള്ളാഹിനെ മറന്നു പോവുക, അത് അത്ര നല്ലൊരു രസമുള്ള കാര്യമാണോ? ഫദ്ദാറുദാറുഹു, വീട് അവൻ്റേതാണ്. വൽ അബ്ദുഹു, അടിമയോ അവൻ്റെ തന്നെയാണ്. അപ്പം നമ്മൾ അടിമയാണെങ്കിൽ ഈ വീട് ദുനിയാവ് മാഹിറൊക്കെ അവൻ്റേതാണ്. വൽ അബ്ദുഹു, വീട് അടിമയോ അവൻ്റെ തന്നെയാണ്. വൽ ഇസ്സുഹു, അഭിമാനവും പ്രൗഢിയും ഒക്കെ അവൻ്റെ തന്നെയാണ്. ഇസ്സത്ത് അവൻ്റേതാണ്. വൽ ഫിഅലു, പ്രവർത്തനങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഫഇന്നമാ അസ്ദാ ഇലൈക നിഅം, അവൻ നിങ്ങളിലേക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ തരുന്നുണ്ടെങ്കിൽ ലിതുഷാഹിദു സിർറുഹു ഫിഹാ, എന്തിനാണ് തരുന്നത്? അതിലൂടെ അവൻ്റെ രഹസ്യത്തെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി, വെറുതെ തരുന്നതല്ല. അള്ളാഹു ഈ അനുഗ്രഹങ്ങൾ തന്നിട്ട് ആ അനുഗ്രഹങ്ങളിൽ മതിമറന്ന് അള്ളാഹിനെ എങ്ങനെയാണ് നമുക്ക് മറന്നു പോവുക? അള്ളാഹു ഈ അനുഗ്രഹങ്ങൾ തന്നത് എന്തിനാ? അതിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ രഹസ്യത്തെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ്. വൈന്നമാ സഹഹക്, അള്ളാഹു നിങ്ങൾക്ക് നല്ല സിഹത്ത് നൽകിയത്, ആരോഗ്യം നൽകിയത്. ലിതുക്കുമില കുവാഖലി വഖൂഫ് ബൈന യദൈക്, അവൻ്റെ മുമ്പിൽ നല്ല രൂപത്തിൽ നിൽക്കാൻ, പരിപൂർണാർത്ഥത്തിൽ നിൽക്കാൻ, അവൻ്റെ കവാടത്തിൽ പരിപൂർണാർത്ഥത്തിൽ നിൽക്കാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം തന്ന അവൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നിങ്ങൾ ആരോഗ്യം. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്ന ആ അനുഗ്രഹങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ രഹസ്യത്തെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. വൈന്നമ അമ്രലഖ്, നിങ്ങൾക്ക് അള്ളാഹു രോഗങ്ങൾ തന്നത് ലിതർജിയോ അലൈ, നിങ്ങൾ അതിലൂടെ അള്ളാഹിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. രോഗങ്ങൾ വെറുതെ തന്നതല്ല, രോഗങ്ങളിലൂടെ അള്ളാഹിലേക്ക് മടങ്ങണം. നമ്മളെന്താ പറയുക, രോഗങ്ങൾ എങ്ങനെയെങ്കിലും മാറി കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും ആരോഗ്യം കിട്ടിയാൽ മതി, ഇതൊന്നല്ല. അള്ളാഹ് വെറുതെ നമ്മളെ പീഡിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അള്ളാഹു ഈ രോഗം തന്ന ആ രോഗത്തിലൂടെ അള്ളാഹിനെ കണ്ടെത്താൻ വേണ്ടി. ഞാൻ രോഗത്തിന് ശമനം തേടണ്ടെന്നല്ല, പക്ഷേ ഈ രോഗം എങ്ങനെയെങ്കിലും മാറി കിട്ടിയാൽ മതിയാലോ, എന്നാലേ എനിക്ക് അള്ളാഹിൻ്റെ അടുക്കൽ സാധനം ഉണ്ടാവും നമ്മൾ വിചാരിക്കരുത്. ഈ രോഗത്തിലൂടെയും അള്ളാഹിലേക്ക് മടക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹു രോഗം തന്നത്. ആരോഗ്യം തന്നതോ ആരോഗ്യത്തോടെ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനും അള്ളാഹ് തന്നെയാണ് പ്രധാനം. വൈന്നമ അതാക്കലി തഷ്കുറുഹു, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയത്, സമ്മാനങ്ങൾ നൽകുന്നത് തഷ്കുറുഹു, നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൈന്നമ മനാക്ക ഇജാബത്ത മഹബത്തലി കലാമിക്, നിങ്ങൾ അള്ളാഹുവിനോട് അനുഗ്രഹങ്ങൾ തേടുന്ന സമയത്ത് ആ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് നിഷേധിക്കുന്നത്, അത് തരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മഹബത്തലി കലാമിക്, നിങ്ങൾ ആ ഒരു തേട്ടുണ്ടല്ലോ, അത് അള്ളാഹു ഭയങ്കര ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. നല്ലൊരു ചരിത്രം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അടിമ ഈസാ നബിയാണോ വേറെ തന്നെ നബി എനിക്ക് ഓർമ്മയില്ല,
ഒരടിമ ഒരുപാട് കാലമായി അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കുന്നു. അപ്പോൾ ഒരു നബി ഇങ്ങനെ ഇതൊന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനോട് ആ നബി പറഞ്ഞു, അള്ളാഹുവേ, ഈ അടിമ കുറേ ആയല്ലോ നിന്നോട് ചോദിക്കുന്നു, നിൻ്റെ ഇഷ്ടപ്പെട്ടൊരു അടിമയല്ലേ, എത്രയായി നീ എന്നോട് ചോദിക്കുന്നു, അത് നിങ്ങൾക്ക് കൊടുക്കാത്തത് എന്താണെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഞാൻ അവന് കൊടുത്താൽ അവൻ ചോദിക്കുന്നത് നിന്നു പോവുമല്ലോ. ഞാൻ അവൻ്റെ ആ ഒരു ചോദ്യത്തെ ആസ്വദിക്കാൻ വേണ്ടി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കൊടുക്കുന്നത് വൈകിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നമാ മനാക്ക, അള്ളാഹു നിങ്ങളുടെ ഒരു ചോദ്യത്തിനെ തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ, മനാക്ക ഇജാബ്, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതിരിക്കുന്നുണ്ടെങ്കിൽ എന്താണത്? മഹബത്തലി കലാമിക്, നിങ്ങളുടെ വാക്കിന് അവൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, നിങ്ങൾ പറയുന്നതൊക്കെ അവൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, അവൻ ആ കേൾക്കാൻ കൊതിക്കുന്നത് കൊണ്ടാണ്. വൈന്നമാ വല്ലാ കാല നഫ്സിക്ക, അള്ളാഹു നിങ്ങളുടെ നഫ്സിനെ ചുമതലപ്പെടുത്തിയത് ലിതൊഹ്സിൻമാഹ മുഷാഹദത്ത് ശിരിൽ ഖുദ്റത്തി ഫിഹ, അതിലുള്ള രഹസ്യത്തിന് സാക്ഷ്യം വഹിച്ചതുകൊണ്ട് അതിനോട് നല്ല രൂപത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അതിനോട് നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. വൈന്നമാ കല്ലഫ ലി തഹ്മില ജാദ മിൻ റിളാഖ്, അള്ളാഹു നിങ്ങളെ തന്നെ ചുമതലപ്പെടുത്തിയത് അള്ളാഹിൻ്റെ തൃപ്തിയിൽ നിന്നുള്ള ഓഹരി നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. വൈന്നമാ അനാഖ ലി തുഖ്മില ഇഫ്തിഖാറക ലഹു, അള്ളാഹു നിങ്ങളെ സമ്പന്നനാക്കിയത് അള്ളാഹുവിലേക്കുള്ള ആവശ്യകതയിൽ നിങ്ങൾ പരിപൂർണനാവാൻ വേണ്ടിയിട്ടാണ്. വൈന്നമാ അഅദമക ലിതഫ്റഹ ബി ഇംദാദിഹി, അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തരാതിരുന്നത് ലിതഫ്റഹ ബി ഇംദാദിഹി, അവൻ്റെ അനുഗ്രഹത്തിൽ, അവൻ്റെ സഹായത്തിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം തന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് അള്ളാഹു ആ വീട്ടിൽ തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ പലപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ തരുന്നത് ആ സന്തോഷം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വൈന്നമാ ഖലഫ ബൈനൽ ഖലായിഖ്, അള്ളാഹു അടിമകൾക്കിടയിൽ വ്യത്യസ്തങ്ങൾ ഉണ്ടാക്കിയത് ലിയുദ്ഹിറ തഫാവുത ഫദ്ലിഹി, നിങ്ങൾക്ക് അവൻ്റെ വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ സൃഷ്ടികൾ അള്ളാഹു വ്യത്യസ്തനാക്കിയത്, ഓരോ സൃഷ്ടികളിലും അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളെ ശത്രുക്കൾ പോലും നമ്മളോട് അനുഗ്രഹമാണ് കാണിക്കുന്നത്. മൃഗങ്ങൾ പോലും നമ്മളോട് അനുഗ്രഹം കാണിക്കുന്നത്. ഇവിടെ എല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി. അവരൊക്കെ അവരുടേതായ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൃഷ്ടികളൊക്കെ വ്യത്യസ്തരായ അള്ളാഹു പടച്ചത് ആ സൃഷ്ടികളിലൂടെ വ്യത്യസ്തമായ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വൈന്നമാ ഔഖഫ കബിബാബിഹി ലി തുഷാഹിദ് ജമാലുഹു, അള്ളാഹു നിങ്ങൾ അവൻ്റെ കവാടത്തെ നിലനിർത്തിയത് അവൻ്റെ ജമാലിനെ, അവൻ്റെ സൗന്ദര്യത്തെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ്. വൈന്നമാ അദ്ഹറ മറാതിബഹു ലിതതഅല്ലഖ ബിഹ, അള്ളാഹു അവൻ്റെ വ്യത്യസ്തമായ മർത്തബകൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നത് അതിനോട് നിങ്ങൾ അവനിലൂടെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ്. വൈന്നമാ മല്ലക്ക ഇസ്സൻ ലക്, മല്ലക്ക ഇസ്സൻ ലക്, അവൻ നിങ്ങൾക്ക് അധികാരം നൽകിയത് നിങ്ങൾക്കുള്ള ഇജ്ജത്തായിട്ടാണ്. വൈന്നമാ സമ്മാക അബ്ദൻ തശ്രീഫിൻ ലക്, അള്ളാഹു നിങ്ങളെ അബ്ദൻ എന്ന് വിളിച്ചത്, അടിമ എന്ന് വിളിച്ചത് നിങ്ങളെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വൈന്നമാ ഫതഹ ലക ബാബൽ ഫഹ്മി ലിതഫഹമ അൻഹു ലാ അൻക, അള്ളാഹു നിങ്ങൾക്ക് ഗ്രാഹ്യതയുടെ കവാടങ്ങൾ തുറന്നു തന്നത് ലിതഫഹം അൻഹു, അവനിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയല്ല, അൻക നിങ്ങളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. വൈന്നമാ അമ്റക ബി തൗഹീദ് ലിതഖല്ലുസ് മിന ശിർക്ക്, അവൻ നിങ്ങൾക്ക് തൗഹീദിലാവാൻ കൽപ്പിച്ചത് ലിതഖല്ലുസ് മിന ശിർക്ക്, ഷിർക്കിൽ നിന്ന് നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി. ഷിർക്കുണ്ടായാൽ നിങ്ങൾക്ക് നല്ലതല്ല അവൻ മനസ്സിലാക്കിയിട്ടാണ്. വൈന്നമാ നഹാക അനിൽ മുഹറമാത്ത്, അവൻ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ തടഞ്ഞത് ലിതുക്മില ഉബൂദിയതിക്, നിങ്ങളെ ഉബൂദിയത്തിനെ പരിപൂർണമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹറാമായ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ തടഞ്ഞത് നമുക്കുള്ള ഗുണത്തിന്. ഇതൊക്കെ നിങ്ങൾ ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞത് അള്ളാഹ്ക്ക് അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, അത് നമ്മളെ ഗുണത്തിന് വേണ്ടി. നമ്മൾ ഹറാമിലേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ എന്തിനാണ്? നമ്മളെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. ലിതുക്മില ഉബൂദിയതിക്, നമ്മളെ ഉബൂദിയത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. വൈന്നമാ ഹല്ലലക്കൽ മുബാഹാത്ത് ലിതുഷാഹിദ റബ്തക്, അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ അനുവദിച്ചു തന്നത് അള്ളാഹുമായിട്ടുള്ള ബന്ധം നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ്. വൈന്നമാ അബാഹലക്കൻ അന്നദറുലി ഐരിഹി, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ നോക്കാൻ അവൻ നിങ്ങൾക്ക് സമ്മതം തന്നത് ലിൻകിതാ ഇലാ ഹലാവത്തിൽ ജമാൽ, അവൻ്റെ ജമാലിനെ മാധുര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വേറൊന്നിലേക്ക് നോക്കിയിട്ട് പിന്നെ അവനിലേക്ക് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മധുരമുണ്ട്.
ആ മധുരം നമുക്ക് അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ മറ്റുള്ളവരിലേക്ക് നോക്കാൻ നമുക്ക് സമ്മതം തന്നത്. വൈന്നമാ ബറജലക്കൽ മുക്കവ്വനാത്ത് ലിതുഷാഹിദ് ബികുല്ലി ദർറത്തിൻ ഫായിലഹ. ഈ പ്രപഞ്ചത്തിൽ ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഒഴുക്കിയത് എന്തിനാണ്? അതിൽ ഓരോ അണുവിലൂടെയും അവൻ്റെ പ്രവർത്തനത്തിന് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഓരോന്നും നമ്മൾ കാണുന്ന ഒരാളും ഒരു പ്രവർത്തനം ഒരു വസ്തു ഒന്നുമില്ല, ആ വസ്തുവിലൂടെ ഒക്കെ അള്ളാഹാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതല്ലാതെ. അപ്പോൾ ഇവിടെ ശത്രുവോ മിത്രമോ ഒന്നുമില്ല, എല്ലാവരും പ്രവർത്തിക്കുന്നത് അള്ളാഹിൻ്റെ പ്രവർത്തനത്തിലൂടെ. അപ്പോൾ അതിലൂടെ ഒക്കെ നിങ്ങൾ അള്ളയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് അതൊക്കെ ചെയ്യുന്നത്. തൊക്കുമീലു ഇബാദത്തൊക്കെ വിബാദത്തില്ല ബി അൽസുനിൽ ബി അൽസിനത്തുൽ മുർഇയാത്ത് വൽ ഹവാത്തിർ. നമ്മളുടെ ബാഹ്യമായ കാഴ്ചകളുടെയും ചിന്തകളുടെയും നാവുകൾ കൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇബാദത്തിനെ അള്ളാഹു പരിപൂർണമാക്കിയത്. ഇന്നമാ അജല ഫിക്രക്ക വസാലക്ക മജാൽ ലിയുക്മിൽ ഇക്ബാലക്. അള്ളാഹു നിങ്ങൾക്ക് ചിന്തകളെ തന്നതും ആ ചിന്തകളെ വിശാലമാക്കിയതും അവനിലേക്ക്, ആ ചിന്തകളിലൂടെ അവനിലേക്ക് മടക്കം പരിപൂർണമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അള്ളാഹു സംവിധാനിച്ചത് അള്ളാഹിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹു ചോദിക്കാൻ, ഇങ്ങനൊക്കെ ആയിട്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് മറയായിട്ടുള്ളത്? എന്തിനാണ് അല്ലാത്ത വേറെ ഒന്നിലേക്ക് നിങ്ങൾ മടങ്ങുന്നത്? എന്തിനാണ് ഈ രണ്ടാമത്തെ ത്വരീക്കത്തുകാർ പറയുന്ന പോലെ വേറെ കുറേ മുജാഹദകളിലും റിയാദകളിലും നിങ്ങൾ മുഴുകുന്നത്? അള്ളാഹിലേക്ക് തിരിഞ്ഞാൽ പോരെ. ഫഹൽ ആബ അൻക ഹത്താ തത്ലുബഹു. അവൻ നിങ്ങളിൽ നിന്ന് മറഞ്ഞിട്ടാണോ നിങ്ങൾ അവനെ തേടാൻ വേണ്ടിയിട്ട്? അവൻ തേടാൻ മാത്രം നിങ്ങൾ അവൻ നിങ്ങളിൽ നിന്ന് മറഞ്ഞു കിടക്കുകയാണോ? ഔ ബൗദ അൻക ഹത്താ തുസാഫിറു ഇലൈ. അല്ലെങ്കിൽ അവൻ നിങ്ങളിൽ നിന്ന് എത്രയോ ദൂരെയാണോ നിങ്ങൾ അവനെ തേടിപ്പോകാൻ വേണ്ടിയിട്ട്? അപ്പോൾ അവനെ തേടാൻ, അവനെ അന്വേഷിക്കാൻ അവൻ നിങ്ങൾ മറഞ്ഞിട്ടാണോ? അവനിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ അവൻ നിങ്ങളിൽ നിന്ന് അകന്നിട്ടാണോ? അം ഹജബ്തഹുൽ അക്വാനു ഹത്താ തഹദിമുഹ. നിങ്ങൾ ഈ പ്രപഞ്ചത്തെ അവനിൽ നിന്നുള്ള മറയായിട്ടാണോ കണക്കാക്കിയിട്ടുള്ളത്? ഹത്താ തഹദിമുഹ, നിങ്ങൾ അത് തകർക്കാൻ വേണ്ടിയിട്ട്. റിയാദാത്തി വസിരല്ലദ്കാർ, ഈ കഷ്ടപ്പെട്ട റിയാദകളും അതുപോലെ ദിക്റുകളുടെ രഹസ്യങ്ങൾ കൊണ്ടൊക്കെ പിന്നെ തകർത്ത് തരിപ്പടമാക്കുന്ന കുറേ മറകളായിട്ടാണോ ഈ പ്രപഞ്ചത്തെ നിങ്ങൾ കണ്ടിട്ടുള്ളത്? അങ്ങനെയാണല്ലോ ഈ ആൾക്കാർ പറയാം, ഈ റിയാദ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മറ നീങ്ങണം, ആ മറ നീങ്ങണം. അങ്ങനെ ഈ മറകൾ കൊണ്ട്, ഈ റിയാദകൾ കൊണ്ട് തകർക്കുന്ന മറകളായിട്ടാണോ നിങ്ങൾ ഈ പ്രപഞ്ചത്തിനൊക്കെ കണ്ടിട്ടുള്ളത്? അം ഹഫിയ അൻക വഹുവ ലാഹിറുൻ ഫീക. അവൻ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിട്ടാണ്, നിങ്ങൾ അവനിൽ നിന്ന് മറിഞ്ഞിട്ടാണ്. വഹുവ ലാഹിറുൻ ഫീക, നിങ്ങളിലൂടെ വരെ വെളിവാകുന്നത് അവനായിരിക്കെ. അവൻ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിട്ടാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല, നിങ്ങളിലൂടെ വരെ വെളിവാകുന്നത് അവനാണ്. അം തുരീദു അഹ്സന. ഇപ്പം നമ്മൾ പറയില്ലേ, അള്ളാഹിനോടൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും ഞാൻ അള്ളാഹിനോട് മുണ്ടൂല, ചിലപ്പോൾ അള്ളാഹിനോട് പിണക്കാന്നൊക്കെ തോന്നും. എന്തുകൊണ്ട്? അള്ളാഹ് നമ്മളെ വേറെ ആയിട്ട് നമ്മൾ കാണുന്നത്. അള്ളാഹ് വേറെയാണ്, നമ്മൾ വേറെയാണ്. നമ്മളിലൂടെ വരെ, നമ്മുടെ ചിന്തകളിലൂടെ വരെ സ്വാധീനിക്കപ്പെടുന്നതും യഥാർത്ഥത്തിൽ ആരിഫായ ആൾ കാണേണ്ടത് അള്ളാഹിനെ തന്നെയാണ്. അപ്പോൾ അം ഹഫിയൻക, നിങ്ങൾ അവനിൽ നിന്ന് മറിഞ്ഞിട്ടാണോ? അല്ല, അവൻ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിട്ടാണോ? വഹുവ ലാഹിറുൻ ഫീക, നിങ്ങളിലൂടെ വരെ അവനാണ് വെളിവാകുന്നത് എന്നിരിക്കെ. ഔ തുരീദു അഹ്സൻ മിൻഹു ബിൽ മൈലി ഇലൽ ജന്ന. അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് തിരിഞ്ഞിട്ട് ചാഞ്ഞുകൊണ്ട് അള്ളല്ലാത്ത ഒന്നിനെ, അള്ളനേക്കാളും മെച്ചപ്പെട്ട ഒന്നിനെയാണോ നിങ്ങൾ തേടുന്നത്? നിങ്ങൾ സ്വർഗത്തിലേക്ക് ചാഞ്ഞതുകൊണ്ട് അള്ളല്ലാത്ത എന്തെങ്കിലും അതിനേക്കാളും മെച്ചപ്പെട്ട എന്തിനെ അവിടെ ഇങ്ങനെ തേടുന്നുണ്ടോ? അവിടെ ഞാൻ സ്വർഗത്തിലേക്ക് പോകും, അവിടെ നിന്ന് എനിക്ക് അള്ളാനെ കാണണം. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ. എനിക്ക് ദുനിയാവിന് അള്ളാനെ കാണണം, ഈ സ്വർഗത്തിലാണ് അള്ളാനെ കാണാം. ഈ ഇവിടുത്തെ അള്ള ചെറിയ അല്ല, അവിടുത്തെ ഉള്ള വലിയ അല്ല, അങ്ങനെയാണോ? സ്വർഗവും ദുനിയാവും ഒക്കെ അള്ളാനെ സംബന്ധിച്ച് ഒരേ സൃഷ്ടിയല്ലേ. അപ്പോൾ ഇവിടുന്ന് അള്ളാനെ കാണാത്തവരെ എങ്ങനെ സ്വർഗത്തിന് അള്ളാനെ കാണുന്നത്? അപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ചും കൂടി നല്ലൊരു അള്ളാനെ തേടാനാണോ? ഔ അറത്ത ഇൻഫിക്കാക്ക ഔ അറത്ത ഇൻഫിക്കാക്ക മിനൽ മുൽക്കി റിക്കിഹി ഹൈസു തലബൽ വിലായ. അല്ലെങ്കിൽ നിങ്ങൾ അടിമത്വത്തിൽ നിന്ന് മോചിച്ചിട്ട് വിലായത്തിന് അന്വേഷിക്കുകയാണോ? അതിനാണോ നിങ്ങൾ തേടുന്നത്? അപ്പോൾ ഞാൻ അള്ളാൻ്റെ അടിമയാണെന്ന് ഒഴിവായി, അള്ളാൻ്റെ അടിമയാണ് എന്ന ചിന്ത ഒഴിവാക്കി ഞാൻ വിലായത്ത് തേടുന്ന ആളായി, അങ്ങനായി മാറിയോ നിങ്ങൾ? വിലായത്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്, അതോ അള്ളാൻ്റെ അടിമയായി നിലനിൽക്കാനോ? ഫാൽ യഹ്സിനു മിൻക ത്വലബഹുൽ വിലായത്ത വാൻത മുവല്ല അലൈക്ക്.
എങ്ങനെയാണ് നിങ്ങൾക്ക് വിലായത്ത് തേടാൻ പറ്റുന്നത്? ഓ വാൻത മുവല്ല അലേക്ക്, നിങ്ങൾ ഓൾറെഡി വേറൊരാളുടെ വിലായത്തിൻ്റെ അണ്ടറിലായിരിക്കെ, വേറൊരാളുടെ സംരക്ഷണത്തിനായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ വിലായത്ത് തേടാൻ പറ്റുക? ഫൽ അബുദു അബുദുൻ, തീർച്ചയായും അടിമ തന്നെയാണ്. വൈൻ വല്ലാക്കവ സയ്യുദുഹു സയ്യുദുൻ, അവന് എന്തൊക്കെ അധികാരങ്ങൾ അവന് കൊടുത്താലും സയ്യുദു സയ്യുദുൻ, അവൻ്റെ സയ്യിദ്, അവൻ്റെ നാഥൻ തന്നെയാണ്. അപ്പോൾ ഒരു ഒരു മനുഷ്യൻ, ഒരു അടിമക്ക് അള്ളാഹു എന്ത് തന്നെ അധികാരം കൊടുത്താലും അധികാരം കൊടുക്കുന്നതോടുകൂടി അവൻ വലിയ ആളാവില്ല, അവൻ അപ്പോഴും അടിമ തന്നെയാണ്. ഹുവൽ വലിയുൽ ഹമീദ്, അവനാണ് യഥാർത്ഥത്തിൽ വലിയും ഹമീദും ഒക്കെ ആയിട്ടുള്ളവൻ. അം യുഹ്സിനു മിൻ കതറക്കുൽ അസ്ബാബുൽ മആശിയതി വഹുവ ആമിറു ബിഹ, നിങ്ങൾക്ക് അള്ളാഹു വെച്ചിട്ടുള്ള മഈശത്തിൻ്റെ, അതായത് ഉപജീവന മാർഗത്തിൻ്റെ വഴികളൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയാണോ? അത് അള്ളാഹ് കൽപ്പിച്ച സ്ഥിതിയാണെന്നിരിക്കെ ഈ രണ്ടാമത്തെ ത്വരീക്കത്തിൻ്റെ ആൾ മുജാഹിദ് റിയാദൻ്റെ ആൾക്കാരൊക്കെ പറയും, ഞാനിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല, ഞാൻ ഫുൾ ഇബാദത്തിൽ ഇരിക്കുകയാണ്, ഞാൻ ഒരു വർഷത്തെ റിയാദ വീട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അവരോടുള്ള ചോദ്യമാണ്, അം യുഹ്സിന മിൻക തറക്കു അസ്ബാബുൽ മആശിയ, മഈശത്തിൻ്റെ ഉപജീവന മാർഗത്തിൻ്റെ അസ്ബാബുകൾ, അതിൻ്റെ മാധ്യമങ്ങൾ ഒഴിവാക്കുകയാണോ നിങ്ങൾ? അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് അങ്ങ് തോന്നുന്നത്? ബഹു ആമിറും ബിഹ, അത് അള്ളാഹു കൽപ്പിച്ചു എന്നിരിക്കെ, അപ്പോൾ അള്ളാഹ് കൽപ്പിച്ചതല്ല അതെങ്ങനെ നിങ്ങൾ ഒഴിവാക്കണത്? നിങ്ങളുടെ ഉപജീവനം തേടാൻ അള്ളാഹ് കൽപ്പിച്ചതല്ല, പുരുഷന്മാരുടെ ഉപജീവനം തേടാൻ അള്ളാഹ് കൽപ്പിച്ചതല്ല, നിങ്ങൾക്ക് എന്നാ അങ്ങനെ അത് ഒഴിവാക്കാൻ തോന്നുന്നത്? അള്ളാഹു ചോദിക്കാം, മഹാനവറുകൾ ചോദിക്കാം. അം യുഹ്സിനു ഇത്തിഖാലു അലൈഹ വഹിയ ഹാദിസു മിസ്ലുക്, അതിന് വേറൊരു വിഭാഗമുണ്ട്. എന്താണ്? അവർ ഈ ഉപജീവന മാർഗത്തിൻ്റെ പിന്നിലാണ്, അവരതിനെ തവക്കുലാക്കുന്നുള്ളൂ, വേറൊന്നും തവക്കുലാക്കുന്നില്ല. അതായത് ആ ഉപജീവന മാർഗം ഉണ്ടെങ്കിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ ഒരു തരീക്കത്തും ഒക്കെ അല്ല, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അം യുഹ്സിനു ഇത്തിഖാൽ അലൈഹ, നിങ്ങൾ ഈ ഉപജീവന മാർഗത്തിനോട് തവക്കുലായി നിൽക്കുകയാണോ? വഹിയ ഹാദിസു മിസ്ലുക്, അത് നിങ്ങളെപ്പോലെ ഒരു സൃഷ്ടിയാണെന്നിരിക്കെ നിങ്ങൾ അതിന് തവക്കുൽ ചെയ്യുന്നതും പ്രശ്നമാണ്, എന്നാൽ അത് ഒഴിവാക്കുന്നതും പ്രശ്നമാണ്. രണ്ടിൻ്റെ ഇടയിലാണ് നിൽക്കേണ്ടത്. ഇപ്പോൾ രണ്ടും ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒന്നെങ്കിൽ അതിനെ ഒഴിവാക്കുന്നവരുണ്ട്, എന്നാൽ അതിനെ മാത്രം ഒഴിക്കുന്നവരുണ്ട്. ഇത് രണ്ടും പ്രശ്നമാണ്. കൈഫ തുഅവ്വിലു അല തബീബിൻ ഉദാവിക വല്ലാഹു ഹാഹിദു മിനാസിയത്തിഹ, നിങ്ങളെങ്ങനെയാണ് ഒരു ഡോക്ടറെ മുകളിൽ നിങ്ങളുടെ തവക്കുലൊക്കെ വെക്കുക? ഡോക്ടറെ മുകളിൽ എങ്ങനെയാണ് നിങ്ങൾ മുഴുവൻ ഭരമേൽപ്പിക്കുക? വല്ലാഹു ഹാഹിദു മിനാസിഹത്തി, ആ ഡോക്ടറെ പോലും നിയന്ത്രിക്കുന്ന അള്ളാഹെന്നിരിക്കെ എൻ്റെ ഈ അസുഖം ഈ ഡോക്ടറെ കൊണ്ട് മാത്രമേ മാറൂ നമ്മളിങ്ങനെ ചിന്തിക്കാം. ഡോക്ടർ ഒരു സബബ് മാത്രമല്ലേ, അള്ളാഹു അല്ലേ ആ ഡോക്ടറെ നിയന്ത്രിക്കുന്നത്. അം കൈഫ തഅബുദു ഐറഹു വാൻത തഅക്കുലു റിസ്ഖുഹു, എങ്ങനെയാണ് അവനല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുക? അള്ളാഹിൻ്റെ രിസ്ക് തിന്നുകൊണ്ട്, അവൻ തരുന്ന രിസ്ക് തിന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാത്ത ഒന്നിനെ ആരാധിക്കാൻ പറ്റുക? അം കൈഫ തുഹിബ്ബുഹു വൽ ഐറ വൽ ഐരിയത്തി വഹുമാ ഐനു ഇൻഖിതാ, എങ്ങനെയാണ് നിങ്ങൾക്ക് അല്ലാത്ത ഒന്നിനെയും അല്ലാത്തൊരു അസ്തിത്വത്തെയും ഇഷ്ടപ്പെടാൻ പറ്റുക? വഹു ഐനുൽ ഇൻഖിതാ, അതൊക്കെ അള്ളാഹുവിൽ നിന്ന് മുറിച്ച് കളയുന്ന സത്യമാണെന്നിരിക്കെ അല്ലാത്ത വസ്തുക്കളിലേക്ക് ചെരിയുന്നതും അല്ലാത്ത ഒന്ന് ഇവിടെ ഉണ്ട് എന്നുള്ള ചിന്ത വരുന്നതും ഒക്കെ അള്ളാഹുവിൽ നിന്ന് മുറിച്ച് കളയുന്ന കാര്യങ്ങളല്ലേ? എങ്ങനെയാണ് അതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം വെക്കാൻ പറ്റുക? അം കൈഫ യുസയ്യിനുക അക്കുലക് ഐറത അല്ലുക ബി സയ്യിദിക്, എങ്ങനെയാണ് നിങ്ങളെ റബ്ബല്ലാത്തൊരു ബന്ധത്തിനെ നിങ്ങളെ ബുദ്ധി നല്ലതായി കാണുക? റബ്ബിനോടല്ലാത്തൊരു ബന്ധത്തിന് നിങ്ങളെ ബുദ്ധി എങ്ങനെയാണ് ഒരു നല്ലതായിട്ട് നിങ്ങൾക്ക് ബുദ്ധിക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? അം കൈഫ തഹ്സുദ് അബ്ദൻ മിസ്ലക അൻ നിഅമി മൗലാ, നിങ്ങളെപ്പോലുള്ളൊരു അടിമക്ക് അള്ളാഹു ഒരു അനുഗ്രഹം നൽകിയപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനോട് അസൂയ വെക്കാൻ പറ്റുക? എങ്ങനെയാണ് അതിനോട് അസൂയ വെക്കുന്നത്? അം കൈഫ തഹ്ഖിദു അൻഹു വഹുവ മംലൂകുൻ ലി സയ്യിദിക്, എങ്ങനെയാണ് നിങ്ങൾക്ക് അവരോട് വെറുപ്പ് വെക്കാൻ പറ്റുന്നത്? വഹുവ മംലൂകു സയ്യിദ്, നിങ്ങളുടെ നാഥൻ്റെ നാഥൻ്റെ ഒരു അടിമയാണ് അവർ എന്ന നിലക്ക്. അപ്പോൾ നമ്മളെ റബ്ബ് ഒരു അടിമക്ക് എന്തെങ്കിലും അനുഗ്രഹം കൊടുത്താൽ ആ അനുഗ്രഹം കൊടുത്ത അടിമനെ നമുക്ക് എങ്ങനെ അസൂയം വെക്കാൻ പറ്റുക? റബ്ബല്ല അത് കൊടുത്തത്. ആ അടിമനോട് നമുക്ക് എങ്ങനെയാണ് വെറുപ്പ് വെക്കാൻ പറ്റുക? ആ അടിമ റബ്ബിൻ്റെ അടിമയല്ലേ, എങ്ങനെ അവനെ വെറുക്കാൻ പറ്റുക? അലാ യാരിഫു അന്ന തുഹാരിബു റബ്ബക ഫി അബീദി, ഈ അടിമയിലൂടെ ഈ അടിമേനെ വെറുക്കുന്നതിലൂടെ
അടിമേനോട് പിന്നെ യുദ്ധം ചെയ്യുന്നതിലൂടെ നിങ്ങൾ അള്ളാഹിനോടാണ്, അവൻ്റെ റബ്ബിനോടാണ് യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ഈ അടിമനോട് നമ്മൾ വെറുപ്പ് കാണിച്ചാൽ അതിലൂടെ അള്ളാഹിനോടാണ് നമ്മൾ വെറുപ്പ് കാണിക്കുന്നത് നമ്മൾ അറിയുന്നില്ലേ? അത് ബുക്കി അബദൻ ലഹു വാൻത തുരീദു അൻ യുഹിബുക്ക്. നിങ്ങളൊരു അടിമനെ വേദനിപ്പിച്ചിട്ട് അള്ളാഹിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ ഇഷ്ടപ്പെടുകയാണോ? അള്ളാഹിൻ്റെ ഒരു അടിമനെ വേദനിപ്പിച്ചിട്ട് എനിക്ക് അള്ളാഹിൻ്റെ സ്നേഹം മതി എന്ന് ചിന്തിക്കുകയാണോ? അന്നം എനിക്കൊരു കുഴപ്പമില്ല, എന്നെ കുറച്ച് കരപ്പിച്ചാൻ പ്രശ്നമില്ല, എനിക്ക് അള്ളാഹിൻ്റെ സ്നേഹം ഉണ്ട്. ചില ആൾക്കാരൊക്കെ എനിക്ക് ഉണ്ട്, അള്ളാഹിൻ്റെ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുക. അടിമനെ വേദനിപ്പിക്കും. അടിമനെ വേദനിപ്പിച്ച് അള്ളാഹിൻ്റെ സ്നേഹം തേടുകയാണോ നിങ്ങൾ? അതെന്ത് തേട്ടാ എന്ന് ചോദിക്കുക ശേഖറുകൾ. അതുലിമു അബുദൻ വാൻത തഖൂലിയാ റബ്ബി. നിങ്ങളൊരു അടിമനോട് അക്രമം ചെയ്യുകയാണോ? വാൻത തഖൂലിയാ റബ്ബി. എന്നിട്ട് നിങ്ങൾ അള്ളാഹിനോട് യാ റബ്ബി എന്ന് പറയുകയും ചെയ്യുക. ഈ റബ്ബ് ആ അടിമൻ്റെ റബ്ബ് തന്നെയല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹിനോട് യാ റബ്ബി എന്ന് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ അടിമനെ വേദനിപ്പിക്കാൻ പറ്റുന്നത്? മാ റഅയ്ത അഖല്ലൽ ഹയാ. ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല ഒരു ലജ്ജ ഇല്ലാത്തൊരു വിഭാഗത്തെ, അതിനേക്കാളും ലജ്ജ കുറഞ്ഞൊരു വിഭാഗത്തെ. എന്താണത്? മിൻ അബ്ദിൻ യതജസ്സറു അല അബീദി സയ്യിദിഹി വയഉസുഹും വയുആദിഹിം. അള്ളാഹുവിൻ്റെ അടിമനോട് മോശം പ്രവർത്തിക്കുകയും അവരെ വഞ്ചിക്കുകയും അവരോട് ശത്രുത വെക്കുകയും ചെയ്യുന്ന ലജ്ജയില്ലാത്ത അങ്ങനെ ചെയ്യുന്ന ആളുകളെക്കാൾ ലജ്ജ കുറഞ്ഞ ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അത് എത്ര ലജ്ജാവഹമാണിത്! അള്ളാഹിൻ്റെ അടിമനെ നമ്മൾ മോശമാക്കുക, അള്ളാഹിൻ്റെ അടിമനെ നമ്മൾ വഞ്ചിക്കുക, അള്ളാഹിൻ്റെ അടിമനോട് ശത്രുത വെക്കുക, എന്നിട്ട് അള്ളാഹിൻ്റെ തൃപ്തി കരസ്ഥാക്കുക നോക്കുക. അതെങ്ങനെ സാധ്യമാവുന്നത്? അതിനേക്കാളും ലജ്ജയില്ലാത്തൊരു പരിപാടി എന്താ? മാ അഖ്ദബ മൻ ദഅ മഹബ്ബത്തുല്ലാ വഹു യുക്രിഹു അഹ്ലുൽ മഹബ്ബത്തില്ല. എന്തൊരു കള്ളാണ് ഈ ആൾക്കാർ പറയണത്! അവർ അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് അവകാശപ്പെടുന്നുണ്ട്. ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹ് എന്നെ സ്നേഹിക്കുന്നു ഒക്കെ അവകാശപ്പെടുന്നുണ്ട്. വഹു യുക്രിഹു അഹ്ലുൽ മഹബ്ബത്തില്ല. എന്നാൽ അള്ളാഹിൻ്റെ മഹബ്ബത്തിനുള്ള ആളുകളെ അവരെന്ത് ചെയ്യാണ്? അവരോട് അനിഷ്ടം കാണിക്കുകയാണ്, അവരെ വെറുക്കുകയാണ്, അവരോട് മോശം പ്രവൃത്തി ചെയ്യാണ്. അള്ളാഹ് ഇഷ്ടം വെച്ച ആൾക്കാരെ എതിർക്കുന്നു. എന്നാൽ അവർ പറയുന്നു നമ്മൾ അള്ളാഹിൻ്റെ മഹബത്തുള്ള ആൾക്കാരാണ്. അത് എന്തുമാത്രം കള്ളാണ്! ഒമാ അക്സബു മൻ ദഅ മഹബ്ബത്ത് നബി. എന്തുമാത്രം വലിയ കള്ളാണ് ഒരാൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും നബീനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. ഒമ യുക്രിഹ വാഹിദും മിൻ ഉമ്മത്തി. എന്നിട്ട് ആ നബിയുടെ ഏതെങ്കിലും ഒരു ഉമ്മത്തിനെ എന്ത് ചെയ്യണം? മോശമാക്കുന്നു, അല്ലെങ്കിൽ അവരോട് വെറുപ്പ് കാണിക്കുന്നു. എന്തൊരു സ്നേഹമാണത്! നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി എല്ലാ ഉമ്മത്തിനെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. അപ്പോൾ തിജാനി ആയതുകൊണ്ട് തിജാനികളോട് മാത്രം നല്ല രൂപത്തിൽ നിൽക്കുക, അങ്ങനെയൊന്നല്ല. റസൂലുള്ളാഹി എല്ലാ ഉമ്മത്തിങ്ങളോട് നമ്മൾ നല്ല രൂപത്തിലാവണം. അപ്പോൾ മൊത്തം അടിമകളോട് നമ്മൾ നല്ല രൂപത്തിലാവണം. എല്ലാവരും അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ മഹബത്തിനാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് അവരുടെ ചില കർമ്മങ്ങളോടുള്ള ഒരു വിരക്തി, കർമ്മങ്ങളോടുള്ള ഒരു അനിഷ്ടം ഉണ്ടാവുന്നല്ലാതെ അവരോട് നമുക്ക് അനിഷ്ടമൊന്നുമില്ല. കാരണം അള്ളാഹു സൃഷ്ടിച്ചതാണ് അവരൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ അടിമകളോട് നമുക്ക് വെറുപ്പുണ്ടാവുകയും അള്ളാഹ് നമ്മളെ സ്നേഹിക്കേണ്ടത് അവകാശവാദം പറയാൻ പറ്റുക? അതൊരിക്കലും പറ്റില്ലല്ലോ. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഒരാളെ നമ്മൾ വെറുക്കുകയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഭയങ്കര സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യാൻ പറ്റുക? ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു മനുഷ്യനെ നമുക്ക് വെറുക്കാൻ പറ്റില്ല. ഉമ്മത്തിൽപ്പെട്ട ആ മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു കർമ്മത്തിനെ വേണം വെറുക്കുക. ആ കർമ്മത്തിനെ വെറുക്കാവും. ആ കർമ്മത്തിനെ വെറുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ? ആ കർമ്മം എങ്ങാനും അവരിൽ നിന്ന് ഉയർന്നാൽ നമ്മൾ അവരെ സാധാരണ നമ്മൾ ഏറ്റവും ഇഷ്ടം വെക്കുന്ന ആളെക്കാളും ഇഷ്ടം വെക്കും. അതുപോലെ കാരണം അവർ പേഴ്സണലായി നമുക്കൊരു വിദ്വേഷമില്ല. അവരുടെ ആ കർമ്മത്തിനോടുള്ള ഒരു കള്ളുടിയനോട് നമുക്ക് വിദ്വേഷം ആ കള്ളുടിയൻ ആ വ്യക്തിനോടല്ല, അദ്ദേഹത്തിൻ്റെ കള്ളുടിയനോട് മാത്രമേ ഉള്ളൂ. വ്യഭിചാരിയോട് നമുക്ക് വിദ്വേഷം ആ വ്യക്തിനോടല്ല, ആ വ്യഭിചാരത്തിനോട് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാത്തിനോടും നമുക്ക് വിദ്വേഷം അവരുടെ കർമ്മത്തിനോടാണ്, അല്ലാതെ അവരോടല്ല. അവരോട് വെറുക്ക് വെക്കാൻ നമുക്ക് ഒരു അധികാരവും ഇല്ല. വിശ്വാസങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ നമുക്ക് വെറുക്കുകയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത്? ഇതിപ്പോൾ വിശ്വാസങ്ങൾ ഉമ്മത്തിൽപ്പെട്ട സാധാരണ ഒരു മനുഷ്യൻ്റെ കഥയാണ് പറയണത്.
റസൂലുള്ളാഹിങ്ങൾ ഉമ്മത്തിൽപ്പെട്ട അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ കഥയാണെങ്കിലോ അവരെ വെറുക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുക, എന്നിട്ട് റസൂലുള്ളാഹിങ്ങളെ സ്നേഹിക്കുകയാണെന്ന് പറയുകയും ചെയ്യുക. എന്തൊരു വൈരുദ്ധ്യമാണത്. അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ നാട്ടിലൊക്കെ. മശായിഖന്മാരെ വെറുക്കുക, അവരെതിരെ ചീത്ത പറയുക, ത്വരീഖത്തിനെ വിമർശിക്കുക, അങ്ങനത്തെ പറഞ്ഞ ആൾക്കാർ അവർ എന്ത് ചെയ്യുന്നു, ഇതിലൂടെയൊക്കെ ഇതൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ഭയങ്കര അള്ളാഹിൻ്റെ റസൂലുള്ളാഹിങ്ങൾ ആശിക്കാണ്, മഹബത്ത് വെച്ച് നടക്കുക എന്ന് പറയുക. ഇത് എത്ര വലിയ വൈരുദ്ധ്യമാണ് ആ വാക്കുകൾ. ഇത് നമ്മളെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനല്ലോ നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മളെ കുറ്റപ്പെടുത്താനാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരിക്കലും അങ്ങനെ ആയിപ്പോരുത്. ഒരടിമനെ നമ്മൾ വെറുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലൊരു അടിമനെ നമ്മൾ വെറുക്കാൻ പാടില്ല. അങ്ങനെ വെറുത്താൽ നമ്മൾ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹികളെ സ്നേഹിക്കുന്നില്ല. റസൂലുള്ളാഹികൾ ഒരു അടിമനെയും വെറുക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ വെറുക്കാൻ എന്താ അധികാരമുള്ളത്? വമാ അക്സബു മൻ ദഅ മഹബ്ബത വലി വഹു യുക്രിഹു വാഹിദുൻ മിനൽ ജമാഅത്തി. ഇതിനേക്കാൾ വലിയ കള്ളെന്താ ഉള്ളത്? ഒരാൾ ഒരു വലിയനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. വലാ യുക്രിഹു വാഹിദുൻ മിനൽ ജമാ, എന്നാൽ ആ വലിയൻ്റെ ജമാഅത്തിലുള്ള ഒരാളെ വെറുക്കുകയും ചെയ്യുന്നു. അതെങ്ങനെ സാധ്യമാവുന്നത്? അതിനേക്കാൾ വലിയ കള്ളെന്താണെന്ന് ചോദിക്കുന്നു. നമ്മൾ ഷെയ്ഖുൽ തങ്ങളെ ഭയങ്കര ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഷെയ്ഖുൽ തങ്ങളെ ജമാഅത്തിൽ ഒരാളെ നമുക്ക് ഭയങ്കര വെറുപ്പ്, അയാളെനിക്ക് കണ്ടുകൂടാ, അങ്ങനെ പറയാണ്. അങ്ങനെ പറയാൻ നമുക്ക് എന്താ അധികാരമുള്ളത്? നമ്മൾ ഷെയ്ഖുൽ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഷെയ്ഖുൽ തങ്ങളെ ജമാഅത്തിൽ ഓരോരുത്തരെയും നമ്മൾ സ്നേഹിക്കണം. ഒരാളെയും വെറുക്കാൻ നമുക്ക് ഒരു അധികാരവും അല്ലാഹ് തന്നിട്ടില്ല. അവർ ബാഹ്യമായി ഈ ജമാഅത്തിലുണ്ടെന്ന് പറഞ്ഞോ അവരൊക്കെ സ്നേഹിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിനർത്ഥം അവരൊക്കെ നമ്മൾ പിന്നെ അവരുടെ പ്രവർത്തനത്തിലൊക്കെ നമ്മൾ ന്യായീകരിക്കണമെന്നൊന്നല്ല കേട്ടോ. പലപ്പോഴും അതിലൊക്കെ തെറ്റുകളും ശരികളൊക്കെ ഉണ്ട്. തെറ്റുകളായി കാണണം, ശരികളെ ശരികളായി കാണണം. തെറ്റിനെ പിന്നെ എന്ത് ചെയ്യുക, എതിർക്കാം, ഒക്കെ ചെയ്യാം. അത് പക്ഷെ അവരോടുള്ള വിരോധം ആവരുതാവുന്നു. അത് തെറ്റാണ്. ആ തെറ്റ് ഉയരുന്നതോടുകൂടി, ഞാൻ നേരത്തെ പറഞ്ഞത്, തെറ്റ് ഉയരുന്നതോടുകൂടി അവർക്ക് എങ്ങനെയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതിനേക്കാൾ കൂടുതൽ അവരെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റണം. അപ്പോൾ ഒരു വലിയനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ ആ വലിയൻ്റെ ജമാഅത്തിലെ ഒരാളെ നമ്മൾ വെറുക്കുന്നു. അത് എന്ത് സ്നേഹ? മനസ്സിലാകുന്നില്ല എന്ന ഷെയ്ഖ് പറയുന്നത്. ഫക്കുൻ അബ്ദൻ, അതുകൊണ്ട് നിങ്ങളാവണം അബ്ദൻ, ഒരടിമയാവണം. ആരിഫൻ, അള്ളാഹിനെ അറിയുന്ന ആരിഫാവണം. സത്വത്ത് മുൽക്കിഹി, അവൻ്റെ മാലിക്കായ റബ്ബിൻ്റെ ആധിപത്യം അറിയുന്ന ഒരു അടിമയാവണം നിങ്ങൾ. ഫാഹിബുൽ ഖൽഖലില്ല, സൃഷ്ടികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം. വാഹിബു മാ ഹബ്ബഹു, എന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ടതിനൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യണം. അപ്പോൾ അത് മാ ബാദോഹു, അവന് വെറുത്തതിനൊക്കെ നിങ്ങൾ വെറുക്കുകയും വേണം. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയുള്ള വെറുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട് വെറുപ്പ്. മശായിഖന്മാരെ എതിർക്കുന്ന ആൾക്കാർ, അവരെ നമ്മൾ കെട്ടിപ്പിടിച്ച് നടക്കാനും പറ്റില്ല. അള്ളാഹുവിന് വേണ്ടിയുള്ള വെറുപ്പാണ്. നമ്മൾ ഷെയ്ഖിനെ ചീത്ത പറയുന്ന ഒരാൾ, അവരോട് ഭയങ്കര സൗഹൃദം, നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റൂല. അവരെ പിന്നെ ഷെയ്ഖിനെ എതിർക്കുന്ന ഒരാൾ, അവരെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അവരെ പിന്നെ മഹത്വവൽക്കരിക്കാനും അവരെ സോബത്തിൽ കഴിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. പക്ഷെ എന്ത് ചെയ്യണം? അവരെങ്ങാനും ആ ഒരു കർമ്മത്തിൽ നിന്ന് മാറിയാൽ അവരെ നമ്മൾ സ്നേഹിക്കാൻ തയ്യാറാണ്. ആ ഒരു കർമ്മത്തിലായി നിലനിൽക്കുക അവരെ നമ്മൾ സ്നേഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളെ ഷെയ്ഖിനെ മാത്രമല്ല, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ വിമർശിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ കാര്യം ബാധകമാണ്. അവർ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെയും അല്ല റസൂലുള്ളാഹികളെയും ഒക്കെ വിമർശിക്കുന്നവരാണെങ്കിൽ അവരോടുള്ള സ്നേഹബന്ധം നമുക്ക് പറ്റൂല. അവർ വെറുക്കൽ, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധം. പക്ഷേ ആ വെറുപ്പ് എപ്പോഴാണ് ആ ഒരു ക്വാളിറ്റി അവരിൽ നിന്ന് നീങ്ങുന്നത്, അത് വെറുപ്പ് സ്നേഹമായി മാറണം. അത്ര അതിൻ്റെ നിബന്ധനയുള്ളൂ. ഫാൻ താബുദുൻ, നിങ്ങൾ അടിമയാണ്. ലാ ഐറ, അടിമയല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ചോയ്സ് ഒന്നുമില്ല. അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുക, അള്ളാഹ് വെറുക്കാൻ പറഞ്ഞവർക്ക് വെറുക്കുക. അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമൊന്നുമില്ല. ലാ ഐറ ലാ തുസയ്യിനു വലാ തുഖബ്ബഹ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിനെ സൗന്ദര്യവൽക്കരിക്കുകയും അതുപോലെ തന്നെ ഒന്നിനെ മോശാക്കുകയും ഒന്നും ചെയ്യരുത്. സ്വന്തമായി നിങ്ങളൊന്നും ചെയ്യരുത്. സ്വന്തമായി നിങ്ങൾ ഒന്നിനെ നന്നാക്കുകയും ചെയ്യരുത്, മോശാക്കുകയും ചെയ്യരുത്. വസ്ബിർലി മജാരി ഖദാരി സയ്യിദിക്, നിങ്ങളുടെ റബ്ബ് നിങ്ങളിലേക്ക് ഒഴുക്കുന്ന അവൻ്റെ ഖദറിനെ ഉണ്ടല്ലോ, അവൻ്റെ തീരുമാനങ്ങളെ, അതിൽ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം. വലാ തറുദ്ദു ഷൈഅൻ, അതിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ ഒരു വെറുപ്പോട് കൂടി കാണരുത്, ഒന്നിനെയും നിങ്ങൾ അകറ്റരുത്. ഫൈന ഐനുൽ ഹലാക്ക്, കാരണം അതൊക്കെ നിങ്ങളുടെ നാശത്തിൻ്റെ സത്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം തന്നാൽ, ഒരു വിധിയുടെ തീരുമാനം നിങ്ങളിലേക്ക് വന്നാൽ, എന്താവട്ടെ, നമുക്കൊരു ജോലി നഷ്ടപ്പെട്ടതാവാം,
നമ്മളൊരു നമ്മൾ മക്കൾ മരണപ്പെട്ടതാവാം, ചിലപ്പോൾ നമുക്ക് ബിസിനസ് നാശം സംഭവിച്ചതാവാം, ആരെങ്കിലും നമ്മളെ വെറുക്കുന്നതാവാം, എന്തെങ്കിലും ഉപദ്രവിക്കുന്നതാവാം, ആവട്ടെ, അള്ളാഹു നമ്മളിലേക്ക് വരുന്ന തീരുമാനത്തെ, ആ തീരുമാനത്തെ നമ്മൾ വെറുക്കാൻ പാടില്ല. അള്ളാഹിൻ്റെ തീരുമാനം അത് നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അത് എന്തിനാ അള്ളാഹ് എനിക്കിങ്ങനെ തന്നതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ അള്ളാഹിൻ്റെ തീരുമാനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ നാശത്തിലേക്കുള്ള കവാടാണ്. വലാത്തു തദ്ദഈ മാരിഫത്തൻ, അതുപോലെ തന്നെ നിങ്ങൾ അവകാശവാദങ്ങൾ ഉന്നയിക്കരുത്. എന്തിൻ്റെ അവകാശവാദം? മാരിഫത്തൻ, ഞാൻ വലിയ ആരിഫായ മനുഷ്യനാണ് എന്നൊരിക്കലും പറയാൻ പാടില്ല. വലാ ഇബാദത്തൻ, ഞാൻ കുറേ ഇബാദത്ത് ചെയ്യുന്ന ആളാണ് എന്ന് അവകാശപ്പെടാൻ പാടില്ല. വലാ തൗഹീദൻ, എനിക്കൊരുപാട് തൗഹീദിൻ്റെ അറിവ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പാടില്ല. അല്ലാഹു മുഹർരിഖുക്, കാരണം അള്ളാഹു ആണ് നിങ്ങളെ ചലിപ്പിക്കുന്നവൻ. മുസക്കിനുക്, അള്ളാഹു ആണ് നിങ്ങൾ നിശ്ചലമാക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ ഈ മാരിഫത്ത് നിങ്ങൾക്ക് മാരിഫത്തായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ആ മാരിഫത്തൊക്കെ നിങ്ങൾക്ക് തന്ന അള്ളയാണ്, അല്ലാതെ നിങ്ങൾ സ്വന്തം നേടിയെടുത്തോന്നല്ല. നിങ്ങൾക്കൊരു ഇബാദത്തുണ്ടോ? ആ ഇബാദത്ത് നിങ്ങൾക്ക് തന്ന അള്ളയാണ്. അവനാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനം ചെയ്തത്, നിങ്ങളൊന്നല്ല. നിങ്ങൾക്ക് തൗഹീദിൻ്റെ ഇൽമ് കിട്ടിയിട്ടുണ്ടോ? അതിലൂടെ അള്ളയാണ് ഇതൊക്കെ ചെയ്തത്, അവനാണ് നിങ്ങൾ അതിലേക്ക് ചലിപ്പിച്ചത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് അവകാശവാദമാണ് അതിൽ ഉന്നയിക്കാനുള്ളത്? അവനാണ് നിങ്ങൾ അതിലേക്ക് ചലിപ്പിച്ചത് എന്നുള്ള അർത്ഥത്തിൽ. ഫക്കുൻ സാഹിയൻ ഫത്തിഅൻ അബീദൻ ബിഹി ലഹു റാദിയൻ ബി മഖാമിൽ ഉബൂദിയ, നിങ്ങളെന്താവണം? നിങ്ങൾ ബോധവാനായിരിക്കണം, നിങ്ങൾ ഒരു പൊട്ടനാവരുത്. ഫത്തിയൻ, അതുപോലെ തന്നെ ഒരു അടിമയായിരിക്കണം. ലഹു റാദിയൻ ബി മഖാമിൽ ഉബൂദിയ, ഉബൂദിയത്തിൻ്റെ മഖാമിൽ തൃപ്തിപ്പെട്ട അവസ്ഥയിലായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു അബോധാവസ്ഥയിൽ ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇതൊന്നും നിങ്ങൾക്ക് സ്വന്തമായി ഉള്ളതല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ ബോധം ഉള്ളവരാവണം. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു മൂഢനാവരുത്. നിങ്ങൾ അള്ളാഹിൻ്റെ അടിമയാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹിൻ്റെ ആ ഉബൂദിയത്തിൻ്റെ മഖാമിൽ തൃപ്തിപ്പെടുന്ന അവസ്ഥയിലും നിലനിൽക്കണം. കാരണം ഫൈനക ഐനു ഇസ്സി മീൻ ഫാൽത്തുഹു, ആരെങ്കിലും അപ്രകാരം ചെയ്താൽ അവൻ അതിലൂടെ ഇസ്സത്തിൻ്റെ സത്തയെ ഉൾക്കൊണ്ടിരിക്കുന്നു. ഹലക്കലക്ക ഹാദിയൻ, അള്ളാഹു ഒരു മാർഗദർശിയെ സൃഷ്ടിച്ചു. ഇത് ഊക്ക ഇലൈഹി, അവർ നിങ്ങളെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നുണ്ട്. യൻസുറുക മിൻ റിബ്കത്തി ശുകൂകി വദ്ദുനൂനി വയഅസുലുക ഇലാ ഹദ്റത്തിൽ ഹഖ്ൽ യഖീനി വൽ ഇൽം. അവൻ ആ സൃഷ്ടിച്ച അടിമൻ്റെ പ്രത്യേകത എന്താ? അവർ സംശയങ്ങളുടെയും ഊഹങ്ങളുടെയും ഒക്കെ കെട്ടുകളിൽ നിന്ന് നിങ്ങളെ അയച്ചു മാറ്റിയവരാണ്. യൂസിലു ഇലാ ഹദ്റത്തിൽ ഹഖ്, എന്നിട്ട് ഹക്കിൻ്റെ ഹദ്റത്തിലേക്ക് നിങ്ങൾ എത്തിച്ചവരാണ്. അഖ്ൽ യഖീൻ്റെ ഹദ്റത്തിലേക്ക് എത്തിക്കുന്നവരാണ്. ഇൽമ്, അതുപോലെ അറിവിൻ്റെ ഹദ്റത്തിലേക്ക് എത്തിക്കുന്നവരാണ്. അവരാരാണ്? വഹുവ നബിയുക് അമീനു സയ്യിദക് അലാ നുസഹി, അവർ നസീഹത്ത് നൽകുന്ന നിങ്ങളുടെ മൗലയുടെ ഏറ്റവും വിശ്വസ്തനായ നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവരെന്താ ചെയ്യുന്നത്? അവർ അള്ളാഹുവിലേക്ക് നിങ്ങളെ മാർഗദർശനം ചെയ്യുന്നു. സംശയത്തിൻ്റെയും ഊഹങ്ങളുടെയും കെട്ടുകളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നു. ഹക്കിൻ്റെ യഖീനാവുന്ന മർത്തബയിലേക്ക് നിങ്ങൾ ഉയർത്തുന്നു. ഫയാ സഅദ ഇൻ അഫ്നൈത അംറുക ഫീമാ മഹ്തദാ ബിഹി വഹ്തദ, അവിടുന്ന് ഹിദായത്ത് നൽകിയ ആ ഹിദായത്തിൻ്റെ വഴിയിൽ എല്ലാം സമർപ്പിച്ചവരാരോ അവർക്കാണ് എല്ലാ മംഗളങ്ങളും എല്ലാ വിജയങ്ങളും. അപ്പോൾ ഈ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയൊരു ഹിദായത്തുണ്ടല്ലോ, ആ ഹിദായത്തിൻ്റെ വഴിയിൽ നമ്മളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സമർപ്പിച്ച ആളുകൾക്കാണ് എല്ലാ വിജയവും. വയാ ഹസറത്ത് ഇൻ തറക്തുലക ഷൈഅൻ മിൻ ഇശാറത്തി, അതുപോലെ അവിടുന്ന് തന്ന ഇശാറത്തുകളെ, അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ അവർക്കാണ് എല്ലാ പരാജയങ്ങളും. വഹലക്കലക്ക ഹാദിയൻ ഇലാ ഹദ്റത്തി ഐരി, അതുപോലെ തന്നെ ഇതിപ്പോൾ റസൂലുള്ളാഹിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ട് അവിടുന്ന് അള്ളാഹുലേക്കുള്ള നമ്മുടെ മാർഗദർശിയായി. അവിടുത്തെ സ്വീകരിച്ചവരൊക്കെ വിജയിച്ചു, അവിടുത്തെ ഒഴിവാക്കിയവരൊക്കെ പരാജയപ്പെട്ടു. എന്നാൽ അള്ളാഹു വേറൊരു പടപ്പിനെ നടത്തിയിട്ടുണ്ട്. എന്താ പടപ്പിൻ്റെ പ്രത്യേകത? ഹലക്കലക്ക ഹാദിയൻ, മറ്റൊരു വൈകാട്ടിയുണ്ട്. ആ ആളെ പ്രത്യേകത എന്താ? ഇലാ ഹദ്റത്തി ഐരിഹി, അവർ അള്ളാഹു അല്ലാത്തയിലേക്ക് ക്ഷണിക്കുന്നവരാണ്. ദാഇയൻ മുക്കല്ലഫ മിൻഹു ബിത്തഖലീതി മൻ കാന ഈമാനുഹു അലാ ദന്നി ഔ ശക്ക് ഔ വഹം, അവർ അല്ലല്ലാത്ത ചിന്തകളിലേക്കും അല്ലല്ലാത്ത താല്പര്യങ്ങളിലേക്കും നയിക്കുന്നവരാണ്. ആരെയാണ് അവർ നയിക്കുക? മൻ കാന ഈമാനുഹു അലാ ദന്നിൻ, ഊഹങ്ങളുടെ മുകളിലും സംശയങ്ങളുടെ മുകളിലും
തോന്നലുകളുടെ മുകളിലൊക്കെ ഈമാൻ വെച്ച ആൾക്കാർ, അവരുടെ ഈമാൻ്റെ മുകൾ എങ്ങനെയായിരിക്കും? ഉറച്ച ഈമാനൊന്നല്ല, അവരുടെ ഈമാൻ തോന്നലുകളുടെ മുകളിൽ ഈമാനായിരിക്കും, സംശയങ്ങളുടെ മുകളിൽ ഈമാനായിരിക്കും, താല്പര്യങ്ങളുടെ മുകളിൽ ഈമാനായിരിക്കും. അങ്ങനെയുള്ള ഈമാനുള്ള ആളുകൾക്ക് താല്പര്യങ്ങളുടെ ഒരു വഴി കാണിച്ചു കൊടുക്കും ഈ ഒരു മനുഷ്യൻ, ഈ ഒരാൾ, സൃഷ്ടിച്ച ഒരാൾ. വമൻ അഹബ്ബ ദുനിയ, അതുകൊണ്ട് തന്നെ ആരെങ്കിലും ദുനിയാവിനെ ഇഷ്ടപ്പെട്ടാൽ കാൻ അബ്ദൻ ലഹ, ഈ ആളെന്ത് ചെയ്യും? അവനെ ആ ഒരു ദുനിയാവിൻ്റെ അടിമയാക്കും. വൽ ആഖിറത്തു കാൻ അബ്ദൻ ലഹ, ഞാൻ ആരെങ്കിലും ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടാലോ ഈ ഒരാൾ ആഖിറത്തിൻ്റെ അടിമയാക്കും അവരെ. വഹുവ ഫീ റഖബത്തി സായിഖ് ഇലാ ഹദ്റത്തുൽ അദബ്, അവർ ഈ യാത്രാ സംഘത്തിനെ കൂട്ടിക്കൊണ്ടുപോകുന്നവരാണ്. എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നവർ? അള്ളാഹിൻ്റെ കോപത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക്. ബഹു ഇബിലീസ്, ആ ആളാരാണ്? ഇബിലീസാണ്. അപ്പോൾ ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. എന്താണ്? റസൂലുള്ളാഹി സംശയങ്ങളും മോഹങ്ങളും ഒക്കെ ഒഴിവാക്കി അഖൽ യഖീനിലേക്കും അറിവിലേക്കും ഒക്കെ നമ്മളെ നയിക്കുകയാണ്. ആ വഴി സ്വീകരിച്ചവരൊക്കെ വിജയിച്ചു, ആ വഴിയിൽ ഒഴിവാക്കിയവരൊക്കെ പരാജയപ്പെട്ടു. വേറൊരാളുണ്ട്, അവർ എന്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്? അവർ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഊഹങ്ങളുടെയും സംശയങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈമാൻ വെച്ച ആൾക്കാർ. ആ ആൾക്കാരെ ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകും? അവകാശവാദങ്ങളിലേക്കും അതുപോലെ അതല്ലാത്ത താല്പര്യങ്ങളിലേക്കും കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന വിഭാഗം രണ്ട് ആൾക്കാരുണ്ടാവും. ഒന്ന് ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അങ്ങനെയുള്ള ആൾക്കാരെ ദുനിയാവിൻ്റെ അടിമകളാക്കും അവർ, ഈ ശൈത്താൻ. അതുപോലെ ചില ആൾക്കാർ ആഖിറത്തിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അങ്ങനെ ചില ആൾക്കാരെ ആഖിറത്തിൻ്റെ അടിമയാക്കും. അങ്ങനെ വഴിതെറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഇബ്ലീസിനുള്ളത്. വകുല്ല മൻ സയ്യന ലക ഐറുല്ലാഹ് മിൻ നഫ്സിൻ വഐരിഹാ മിനൽ മുദ്ദഈന ലിത്തസവ്വുഫ് ബിഹൈസ് യഖൂലു ലക്. വകുല്ല മൻ സയ്യന ലക ഐറുല്ലാഹ് ഫി നഫ്സിൻ വഐരിഹാ, അങ്ങനെ ആരൊക്കെ അല്ലല്ലാത്ത ഒന്നിലേക്ക് തിരിയുന്നോ അതിനും സൗന്ദര്യവൽക്കരിച്ചോ, മിനൽ മുദ്ദഈനിലെ തസവൂഫ്, ഏതുപോലെ? തസവൂഫിലെ അവകാശവാദികൾ പോലെ. അങ്ങനെയുള്ള ആളുകളുണ്ടോ? ബിഹൈസ് യഖൂൽ, എത്രത്തോളം അവർ പറഞ്ഞു. അദ്കുർ കഥ ലിത്തസല്ലു കഥ ലിത്തസീല കഥ, നിങ്ങൾ ഈ ദിക്റൊക്കെ ചൊല്ലിക്കോളി. എന്തിനു വേണ്ടി ചൊല്ലിക്കോളി? ഈ ഒരു അവസ്ഥ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ദിക്റൊക്കെ നമ്മൾ കൊടുക്കും. എന്തിന്? ഈ ഒരു മക്കാമ് കിട്ടാൻ വേണ്ടിയിട്ട്, ചില അവസ്ഥകളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി, ജിന്നുകളെ വഴുതിയിൽ വരുത്താൻ വേണ്ടി, ശൈത്താനെ കീഴ്പ്പെടുത്താൻ വേണ്ടി, അങ്ങനെ കുറേ ദിക്റുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അദ്കുർ കഥ ലിത്തസല്ലു കഥ, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തോളി, നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുമെന്ന് പറയും. ഓ ബർക്കത്തുനാ തുസിലുക്ക്, അല്ലെ എൻ്റെ ബർക്കത്തുകൊണ്ട് നിങ്ങൾ അതിലൊക്കെ എത്തിച്ചേരും എന്ന് പറയും. അല്ലെങ്കിൽ വധുഹുൽ ഹൽവത്തക് തുഷാഹിദ് റോഹാനിയത്ത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഹൽവത്തിലേക്ക് പോകണം. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ റൂഹാനികളെ കാണാൻ വേണ്ടിയിട്ട്. വസ്റാറ, അതുപോലെ രഹസ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി. ഇങ്ങനൊക്കെ പറയും. ആര് പറയും? ഈ സൂഫിയാക്കന്മാർ പറയും. അങ്ങനെ ഈ സൂഫിയാക്കന്മാർ പറയുന്നതും ശരിക്കും ഇബ്ലീസിൻ്റെ പണി തന്നെയാണ്. കാരണം വഹുവദാലും മുദില്ലുൻ ഇബ്ലീസു, വഹുവദാലും മുദില്ലും. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്താണ്? ദാലും, അവർ സ്വയം വഴിതെറ്റിയവരാണ്, മറ്റുള്ളവർ വഴിതെറ്റിക്കുന്നവരാണ്. ഇബ്ലീസ് അന്ന ഇബ്ലീസ ഹദ്ദഹു മഖ്ലൂഖുൻ അർദല്ലാഹി തദീലു ദാലീൻ. കാരണം അല്ലാഹു തആല ഇബ്ലീസിനെ പഠിച്ചത് ഇങ്ങനത്തെ വൈകേടിലേക്ക് കൊണ്ടുപോകാനാണ്, അതല്ലാത്ത താല്പര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. അപ്പോൾ ഈ സൂഫിയാക്കന്മാർ ഈ പറയുന്ന വാദങ്ങളും ശരിക്കും ഇബ്ലീസിൻ്റെ വഴി തന്നെയാണ്. അവർക്ക് ചിലപ്പോൾ ആഖിറത്തിൽ വിജയം ഉണ്ടായിന്ന് വരാം, പക്ഷെ എന്നാലും അവർ അള്ളാഹുവിന് തെറ്റിപ്പോയവരാണ്. ഇപ്പോൾ ഇബ്ലീസിൻ്റെ വയ്യാണ് അവരെന്ന് പറഞ്ഞാൽ അവരൊക്കെ മോശപ്പെട്ടവരാന്നുള്ള അർത്ഥത്തിലല്ലോ ഈ പറയുന്നത്. ഇബ്ലീസിൻ്റെ വയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് തെറ്റിച്ച് കഴിയുന്ന എല്ലാം ഇബ്ലീസിൻ്റെ വയ്യാണ്. അപ്പോൾ ചിലപ്പോൾ ആഖിറത്തിൽ അവർ വിജയിക്കാം, പക്ഷെ അള്ളാഹുവിന് തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതും ഇബ്ലീസിൻ്റെ വയ്യാണെന്നാണ് പറയുന്നത്. വകുല്ല മൻ സയ്യന ലഹു ലക ഐറുല്ലാഹ് ഫഹുവ ഹുവ, എന്തെല്ലാം അല്ലല്ലാത്ത എന്തെല്ലാം നമുക്ക് സൗന്ദര്യവൽക്കരിക്കപ്പെട്ടതായി തോന്നുന്നുണ്ടോ അതൊക്കെ അവൻ്റെ പണികളാണ്. അഹ്ലു ത്വരീഖ സാനിയ ഫി ഇബ്തിദാഇൻ ലാ യുസയ്യിനു ഇല്ലാ ഐറുല്ലാഹി അന്നഹും യഖൂലൂൻ. അപ്പോൾ ഈ രണ്ടാമത്തെ ത്വരീഖത്തിൻ്റെ ആൾക്കാർ, അതായത് മുജാഹിദുകളുടെയും റിയാദകളുടെയും ത്വരീഖത്തിൻ്റെ ആൾക്കാർ തുടക്കത്തിൽ അല്ലാഹ് അല്ലാത്ത മറ്റു വസ്തുക്കളിലേക്കാണ് തിരിയുക, അള്ളാഹിലേക്ക് ഒരു തിരിയൂല. കാരണം ലിയാന്നഹു യഖൂലൂൻ, അവർ പറയും ഇദ്കുർ കഥ ലിയക്കൂനിലൊക്കെ കഥ, നിങ്ങൾ ഇന്ന ദിക്റൊക്കെ ചെല്ലണം, എന്നിട്ട് ഇതായി മാറാൻ. മിനൽ വിലായത്തി, എന്തിനൊക്കെ? മിനൽ വിലായത്ത് കിട്ടാൻ. കുശൂഫാത്ത്, മറഞ്ഞ കാര്യങ്ങൾ അറിയാം. ഫദല്ലു അല ആയിരില്ല, അതിലൂടെയൊക്കെ അവരെന്താ ചെയ്യുന്നത്? അല്ലാത്ത ഒന്നിലേക്കാണ് തിരിയുന്നത്. അപ്പോൾ ഇന്ന ദിക്റൊക്കെ നിങ്ങൾ ചൊല്ലിക്കോളി. എന്തിനാണ് ആ ദിക്ർ ചൊല്ലുന്നത്? വിലായത്ത് കിട്ടാൻ, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ, അല്ലാത്ത ആളുകളിലേക്ക് തിരിയാൻ. ഇതൊക്കെ രണ്ടാമത്തെ ത്വരീഖത്തിൻ്റെ ആളുകൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ലാക്കിന്ന
മഷായിഖ മിൻ മുജാഹിദൂൻ. പക്ഷേ അവർ പറഞ്ഞു കൊടുക്കുന്ന മഷായിഖന്മാരുണ്ടല്ലോ, അവർ മുജ്തഹിദൂൻ, അവർ ഇതിൽ പരിശ്രമിക്കുന്നവരാണ്. ഫലഹും അജുറുൻ ലിയാൻ, അവർക്ക് അജറുണ്ട്, അള്ളാഹിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. ലിയന്നഹും മാ ഫഅലുഹു ഇല്ലാ ലിതർഖീഖിൽ ഹുജുബുൽ ആയി, കാരണം അവരിതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആളുകളുടെ മറ നൈർമല്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ മഷായിഖന്മാർ അള്ളാഹിൽ എത്തിച്ചേർന്നവരായിരിക്കും. പക്ഷെ അവർ മറ്റുള്ളവരെ അല്ലാത്തിലേക്ക് കൊണ്ടുപോകും. എന്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്? അതിലൂടെ ഇങ്ങനെ അവരുടെ മറകൾ, അള്ളാഹുവിൽ നിന്നുള്ള മറകൾ നൈർമല്യപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ മശായിഖന്മാർക്ക് അള്ളാഹിൻ്റെ പ്രതിഫലം ഉണ്ടാവും, മറ്റൊരു അല്ലാത്തിലേക്കാണ് പോയത്. ഫരിജാലു ത്വരീഖൽ ഓല, എന്നാൽ ഒന്നാമത്തെ ത്വരീഖത്തിൻ്റെ ആളുകൾ യുജരിദൂന മിൻ അവലി വഹ്ലിൻ ഫലാ യദുല്ലൂന അലാ അരില്ല. ഒന്നാമത്തെ ത്വരീഖത്തിൻ്റെ ആൾക്കാർ, പ്രത്യേകിച്ചും തിജാനി ത്വരീഖത്തിൻ്റെ ഒക്കെ അഹലുകാർ, അവർ അള്ളാഹിലേക്കല്ലാതെ ക്ഷണിക്കുകയില്ല. തുടക്കത്തിൽ തന്നെ അവർ അള്ളാഹിലേക്കല്ലാതെ ക്ഷണിക്കൂല. റിയാലാത്ത് മിൻ അക്ബർ ദവാഹി, അവർ റിയാലകളെ, ആത്മീയമായ പരിശീലനങ്ങളെ കാണുന്നത് ഏറ്റവും വലിയ വിപത്തായിട്ടാണ്. അല്ലദീ നസല ബിന്നാസ്, മനുഷ്യനിലേക്ക് ഇറങ്ങി വന്ന, ഹൈസലം യദുല്ലു അലാമാദല്ല അലൈഹി ഷാരിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അങ്ങനെ ഒരു രീതി സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ റിയാലകളിലേക്ക് ക്ഷണിക്കുന്ന മശായിഖന്മാർ അവരാ പ്രവൃത്തിയിലൂടെ എന്താ ചെയ്യുന്നത്? ആ റിയാലകളിലൂടെ ജനങ്ങൾക്ക് വലിയൊരു വിപത്താണ് ഉണ്ടായിക്കൊടുത്തത്. കാരണം ആ വിപത്ത് ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. ആ കാലത്തത് ഓക്കെയാണ്, ഈ കാലത്തത് ഓക്കെ അല്ല. മല്ലം തസിലുഹു സുന്നത്ത ലാ അസ്ലഹുല്ലാ, ആരെങ്കിലും സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് കൊണ്ട് നന്നായിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹു നന്നാക്കൂല. ഫൽ സുന്നത്തു തദുല്ലു അലല്ലാഹി, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താവട്ടെ അത് അള്ളാഹുലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. തുജദ്ദിദു മിമ്മാ സിവാഹു, അതല്ലാത്ത എല്ലാം നമ്മളിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. ഫഹുവ സബുദതുഹ, അതാണ് അതിൻ്റെ കാതൽ. സുന്നത്തിൻ്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൻ്റെ കാതൽ തന്നെ അതിലേക്ക് നമ്മൾ നയിക്കുന്നതും അതല്ലാത്ത എല്ലാം ഒഴിവാക്കുന്നതുമാണ്. വറഉ അന്ന മൻ മാത മിൻ അഹ്ലി സാനിയത്തി ഖബ്ലൽ വുസൂൽ, അള്ളാഹിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് ഈ റിയാദകളുടെയും മുജാഹിദുകളുടെയും മാർഗം സ്വീകരിച്ച ആളുകൾ മരിച്ചാൽ മാത അല ഐരി സുന്നത്തി, അവർ മരിക്കുന്നത് സുന്നത്തിൻ്റെ രൂപത്തിലല്ല. ഇപ്പോൾ ഒരാളിങ്ങനെ മുജാഹിദും റിയാദയും ഒക്കെ വീട്ടിയിട്ട് മരിക്കുകയാണ്. അവൻ മരിച്ചാൽ അവൻ ശരിക്കും സുന്നത്തിലായിട്ടല്ല മരിക്കുന്നത്. ലിഅന്നഹു തലബൽ വിലായത്തല്ലത്തി ലൈസ മിൻ ഷാനി, അവൻ അതുകൊണ്ട് തേടിയത് വിലായത്തും കുറേ മറ്റും കശ്ഫും കറാമത്തും ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും അവൻ തേടേണ്ട കാര്യമല്ല, അവനോടത് തേടാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷേ അവന് തേടിയത് വേറെന്തൊക്കെയാണ്. അതുകൊണ്ട് അവൻ സുന്നത്തിലായിട്ടല്ല മരിച്ചത്. വൈൻകാന മുസ്ലിമൻ, അവൻ മുസ്ലിമാണെങ്കിൽ പോലും പിത്തിബാൻ അവാമിരി മിൻ സ്വലാത്തി വൈരിഹ, അള്ളാഹു കൽപ്പിച്ച പല കാര്യങ്ങളും അവൻ ചെയ്യുകയും 5 വക്ത് നിസ്കാരമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവൻ മറയിലായിട്ടാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ സുന്നത്തിലായിട്ടല്ല മരിച്ചത്. ലാക്കിൻ ദഖൽഹുൽ ഫസാദ് മിനൻ നിയ്യത്ത്, കാരണം അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവരുടെ നിയ്യത്ത് മോശമായതുകൊണ്ടാണ്. നിയ്യത്ത് എന്തായിരുന്നു? അല്ലല്ലാത്ത ഒന്നായിരുന്നു. വിലായത്ത് കിട്ടണം, കശ്ഫ് കിട്ടണം, കറാമത്ത് കിട്ടണം, മക്കാമുകൾ കിട്ടണം, ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ നിയ്യത്ത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ മരിക്കാൻ കാരണമായത്. ഇന്നമല്ല, കാരണം സുല്ലാസങ്ങൾ പറഞ്ഞിട്ട് ഇന്നമൽ അമാലു ബിൻ നിയാത്ത്, തീർച്ചയായും അമലുകൾ സ്വീകരിക്കപ്പെടുന്ന നിയ്യത്ത് കൊണ്ടാണ് ആണ്. ഇന്നമാലിക്കുല്യം ബ്രീമാനവാ, അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ നിയ്യത്ത് വെച്ചിട്ടുണ്ടോ അത് അവന് ലഭിക്കും. ഒരാൾ ഈ ഇബാദത്തുകൾ കൊണ്ടൊക്കെ അള്ളാഹിനെ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ, അതവന് കിട്ടും. ഇബാദത്ത് കൊണ്ടൊക്കെ മക്കാമുകളും അതുപോലെ തന്നെ വിലായത്തും കശ്ഫും റൂഹാനികളും സിറുകളും ഇതൊക്കെ ഉദ്ദേശിച്ചവൻ അത് കിട്ടുകയും ചെയ്യും. എന്നാൽ ഒന്നാമത്തെ വിഭാഗക്കാർ അർക്ക ഫിൽ ബഹറിൽ ഉബൂദിയ, അവർ ഉബൂദിയത്തിൻ്റെ സാഗരത്തിൽ മുങ്ങിയവരാണ്. ഫീക്കുല്ലി ഹർക്കത്തിന്, എല്ലാ അവസ്ഥയിലും അവർ ഉബൂദിയത്തിൽ മുങ്ങിയവരാണ്. താബിയുഹും വ മത്ബൂഹും, അവർ പിന്തുടർന്നവരും ആരെയാണോ പിൻപറ്റിയത് അവരും എല്ലാവരും ഉബൂദിയത്തിൽ മുങ്ങിയവരാണ്. ലിഅന്നഹും ദല്ലു അലല്ലാഹ്, അവരെല്ലാവരും അള്ളാഹിലേക്ക് നയിച്ചവരാണ്. ഹമൻ വഫഖ തബിയഹും, അതുകൊണ്ട് തന്നെ അനുഗ്രഹീതർ ഭാഗ്യവാന്മാരൊക്കെ അവരെ പിന്തുടരുകയും അമല്ല ഭാഗ്യമില്ലാത്തവരൊക്കെ അവരെ പിന്തുടരാതിരിക്കുകയും ചെയ്തു. ലാ ഫല ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞു ഇന്നക ലാ തഹ്ദീ, വിശ്വാസങ്ങൾ പറഞ്ഞു ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊന്നും അവൻ മാർഗദർശനം ചെയ്യൂല. ഹിതാബല്ലി അക്ബറിൽ അത്തിബ്ബ, ഏറ്റവും വലിയ വൈദ്യനോടാണിത് പറഞ്ഞത്, അതായത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. വലുക്കല, ഏറ്റവും വലിയ ചിന്തകരോട്. വൽ ആരിഫൂൻ, ഏറ്റവും വലിയ ആരിഫായ ഒരാളോടാണിത് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ളവരെ പറ്റി പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ അള്ളാഹിൻ്റെ വഴി സ്വീകരിക്കുമോ? ഇല്ലല്ല. അള്ളാഹിൻ്റെ വഴി സ്വീകരിക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ച ചില ആൾക്കാർ മാത്രമേ വരുള്ളൂ.
അപ്പോൾ ഈ പറയുന്ന ഇന്ന കലാത ഹദീമൻ അഹ്ബബ്ത, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നിങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് പിന്നെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടാണ്. അവരോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആരോടും പറയാലോ. ഫഖൈഫ യംബിതു മൻ ബാദഹു തരീഖത്ത് തഹ്ദീല ആയില്ല. പിന്നെ എങ്ങനെയാണ് ഊഹിക്കാൻ പറ്റുന്നത്? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ചെയ്ത ഒരു വയ്യാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞ കാര്യമാണെങ്കിൽ കൈഫ എങ്ങനെ ഊഹിക്കാൻ പറ്റാം? മൻ ബാദഹു അവർക്ക് ശേഷം പറഞ്ഞത് ത്വരീഖൻ തഹ്ദീല ആയില്ല, അതല്ലാത്ത ആളുകളിലേക്ക് വൈകാണിക്കുന്ന പിന്നെ ദുഹുദി എന്തൊക്കെ വിഷയത്തിൽ, ജുഹൂദിൻ്റെ വിഷയത്തിൽ, പരിത്യാഗത്തിൻ്റെ വിഷയത്തിൽ, വലിയ ഇഖ്ലാസിൻ്റെ വിഷയത്തിൽ, രഹസ്യങ്ങളുടെ വിഷയത്തിൽ, വിലായത്തിൻ്റെ വിഷയത്തിൽ, അൽ കുഷൂഫാത്ത് കശ്ഫിൻ്റെ വിഷയത്തിൽ, ഇതിലൊക്കെ ഇവരൊക്കെ വൈകേടിലാവുന്നുള്ളതിൽ പിന്നെ ഉറപ്പാണല്ലോ. കുറേ ആൾക്കാർ ഹിദായത്തിലാവും, കുറേ ആൾക്കാർ വൈകേടിലാവും. അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ആളുകൾക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. വല്ലാഹു ലഖദ് അലമ ദാലിക ബിദഅതൻ ഫീ ഖുലൂബിൽ ആരിഫീൻ. ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സിറിനെ അന്വേഷിക്കലും വിലായത്തിനെ അന്വേഷിക്കലും മറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കലും ഒക്കെ ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ ബിദഅത്താണ്. ഇപ്പം നമ്മൾ തിജാനി ത്വരീഖത്തിലാവുന്നില്ല, നമ്മളൊക്കെ അതിലേക്കല്ല നമ്മൾ തേട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ബിദഅത്ത് തേടുന്നില്ല എന്നതിൻ്റെ അർത്ഥം. ശരിക്കും നമ്മൾ പറയുമ്പോൾ നമ്മൾ ബിദഅത്തുകാരാവും. ഇത് പറയുമ്പോൾ ഈ കാര്യം പറയുമ്പോൾ നമ്മൾ ബിദഅത്തിൻ്റെ ആൾക്കാരാണെന്നാണ് പറയുക. ചിലപ്പോൾ നമ്മളിതൊന്ന് പറയുന്നത് ഇങ്ങനെ അല്ലാത്ത ഒരു കാര്യത്തിന് തേടുന്നതാണ് യഥാർത്ഥത്തിൽ ആരിഫീങ്ങളെടുത്ത് ബിദഅത്ത്. ലാക്കിന്നോ റളിയല്ലാഹു അൻഹും മുജ്തഹിദൂന വൈൻ അബ്ദഉ മാലം യുശറ. പക്ഷേ ഈ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ബിദഅത്ത് കൊണ്ടുവന്ന ആൾക്കാർ, അവർക്ക് ആ പരിശ്രമത്തിന് പ്രതിഫലമുണ്ട്. മുൻഗാമികളായ ഒരുപാട് സൂഫിയാക്കന്മാരാണ് ഇത് കൊണ്ടുവന്നത്. അവർ ആ പരിശ്രമത്തിന് പ്രതിഫലമുണ്ട്. അവരും ബിദഅത്താണ് കൊണ്ടുവന്നതെങ്കിലും കാരണം അത് ബിദഅത്താൻ കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. ഇന്നമാ കാന മഖ്സൂദുഹുല്ലാഹു ഫഇന്നഹും ഖനിഉ ബിസഫാ വാഹിദി മിനൽ ദഹർ. ആ മശായിഖന്മാരൊക്കെ ഇങ്ങനത്തെ ഒരു വഴി കൊണ്ടുവന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ശുദ്ധിയോട് കൂടി ആളുകൾ അള്ളാഹിലേക്ക് മടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവരുടെ ആ കാലഘട്ടത്തിലെ ആളുകളുടെ മറകൾ ഭയങ്കര കട്ടിയായപ്പോൾ അതൊന്ന് നരമല്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതോടൊക്കെ അവരുടെ ലക്ഷ്യം നന്നായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പ്രതിഫലം ഉണ്ട് എന്ന് പറയുന്നത്. ഫഅൽ ഊല എന്നാൽ ഒന്നാമത്തെ ആൾക്കാർ ആരിക്കോ മുബ്തദിഉം വമുൻതഹിഹിം ഫിൽ ബഹരിൽ ഇഖ്ലാസ്. അവർ തുടക്കക്കാരാവട്ടെ അവസാനക്കാരാവട്ടെ അവരോടൊക്കെ പറയുന്നത് ഇഖ്ലാസായിരിക്കും. മിൻ ദിബഖത്തിൽ ഗൈരി വൽ ഗൈരിയത്ത്, മറ്റുള്ളതും അല്ലല്ലാത്ത ഒന്നിലേക്ക് തിരിയുന്നതും അല്ലല്ലാത്ത ഒന്നുണ്ടെന്ന് സങ്കല്പിക്കുന്നതും അതിനൊക്കെ മുറിയാൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യം തന്നെ കൽപ്പിക്കുക. വലാ യുരീദൂന ഇഖ്ലാസം വലാ സുഹുദൻ. അവർ സുഹുദിനെയോ ഇഖ്ലാസിനെയോ തേടാൻ പറയൂല, പകരം അല്ലല്ലാത്ത എല്ലാത്തിനും ഒഴിവാക്കാൻ പറയും. വൈന്നമാ ഷാഹദു അഫ്ആല കുല്ലഹാ മിനല്ലാഹ്. കാരണം അവരെന്ത് ചെയ്യും, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ പ്രവർത്തനവും അള്ളാഹുവിൽ നിന്നാണ് അവർ സാക്ഷ്യം വഹിക്കും. ഒമൻ ജഹീദ ബില്ലാ, അവർ പരിത്യാഗം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അള്ളാഹിനെ കൊണ്ട് പരിത്യാഗം ചെയ്യുക. ഒമൻ അഖ്ലസ ബില്ലാ, അവർ ഇഖ്ലാസ് കൊണ്ടെടുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിനെ കൊണ്ട് ഇഖ്ലാസ് കൊണ്ടെടുക്കുക. ഒമൻ ഇഹ്തദാ ബില്ലാ, അവർ ഹിദായത്തിലേക്ക് മാർഗദർശനം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അള്ളാഹിനെ കൊണ്ട് മാർഗദർശനം ചെയ്യുക. ഒമൻ ദഹറ ലഹു ജമാലുൽ ഹഖ് ഫമിൻഹു ലാ തഅമൽ ലിൽ അബ്ദ്. ഇനി എന്തെങ്കിലും ഹക്കിൻ ഒമൻ ദഹറ ലഹു ജമാലുൽ ഹഖ്, ഹക്കിൻ്റെ എന്തെങ്കിലും ജമാൽ അവരിലേക്ക് വെളിവായാൽ ഫമിൻഹു ലാ തഅമലു ലിൽ അബ്ദ്, അത് പിന്നെ ആ ഹക്കിൽ നിന്നാണെന്ന് അവർ കാണും, അല്ലാതെ അവിടെ അടിമനെ കാണൂല. വിലായത്ത് ഐർ മുഖ്തസിബത്തുൻ വലാ തനാലു ബിഅസ്ലിം വലാ അഖലിം വലാ ഇബാദത്ത്. വിലായത്ത് പറയുന്നത് ഐർ മുഖ്തസിബൻ, അത് ആർക്കെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. വിലായത്ത് കരസ്ഥമാക്കാൻ പറ്റുന്നതാണെന്നാണ് ഈ രണ്ടാമത്തെ ത്വരീഖത്തുകാർ വിചാരിച്ചത്. അങ്ങനെ നേടിയെടുക്കാൻ പറ്റുന്നതല്ല വിലായത്ത്. വലാ തനാലു ബിഅസ്ലിൻ, അത് നമുക്ക് നമ്മുടെ പാരമ്പര്യം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. വലാഹക്കലും ചിന്ത കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. വലാ ഇബാദത്ത് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. ഫൈന്നമാ ഫൈലുല്ലാഹി യസ്രി കമാ സബഖ ബിഹിൽ ഇൽമി ജല്ല ജലാലു. അത് അള്ളാഹുവിൻ്റെ ആദിയായ ഇൽമിൽ തന്നെയുള്ള ഒഴുകി വരുന്നതാണ്. അള്ളാഹിൻ്റെ പ്രവർത്തനമാണത്. അള്ളാഹു വിലായത്ത് കൊണ്ട് ആരെ ഉദ്ദേശിക്കണമെന്ന് അള്ളാഹ് ആദ്യം തീരുമാനിച്ചിട്ടുണ്ടാവും. അവർ മാത്രം അതിലെത്തിച്ചേരും. ഫൈദാ അറഫ്തൽ ഫറഖ ബൈനൽ ഊല വസാനിയ, ആരെങ്കിലും ഈ ഒന്നാമത്തെ ത്വരീഖത്തുകാരെയും രണ്ടാമത്തെ ത്വരീഖത്തുകാരുടെ ഇടയിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ, ഓ മയ്യസ്ത ബില്ലാഹി മാ സാന വമാ ഷാന, അവർക്ക് അള്ളാഹുൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അവർ സൗന്ദര്യവൽക്കരിക്കേണ്ടത്, എന്താണ് ഒഴിവാക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഫാലം, അതുകൊണ്ട് നിങ്ങളറിയണം, അന്നഫി മുഷാഹദത്ത് സയ്യിദിക്ക ദായിമൻ ഫലാ തഹ്താജു ഇലാ തലബിൻ വലാ നിദാ ബിസൗത്തിൻ. കാരണം ഫാലം നിങ്ങളറിയണം, അന്നം ഫി മുഷാഹദത്ത് സയ്യിദിക്ക്, പിന്നെ ആരെങ്കിലും
അവൻ്റെ നാഥനെ സാക്ഷ്യം വഹിച്ചാൽ, ദായിമൻ എപ്പോഴും സാക്ഷ്യം വഹിച്ചാൽ, ഫലാ തഹ്താജു ഇലാ ത്വലബിൻ, അവന് വിളിച്ചു തേടേണ്ട ആവശ്യം ഉണ്ടാവില്ല. വലാ നിദാംബി സൗത്ത്, അവന് വായ കൊണ്ട് പിന്നെ തേടി വിളിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. വൈന്നമാ ഷറാലക്ക അസ്ബാബുൻ ലിന തന്തുർ ഫിഹ സിർ മൗലാഖ്, അവൻ്റെ ഈ ഷെറാ ഇവിടെ വെച്ചിട്ടുള്ള അസ്ബാബുകളൊക്കെ, മധ്യവർത്തികളൊക്കെ, കാരണങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്? അവൻ്റെ മൗലൻ്റെ സിർ അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഫാമൽ ജമീഅൻ മാ അമറക ബിഹി റസൂൽ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. പത്രക്ക് ജമീ മാ നഹാഖാൻഹു, റസൂലുള്ളാഹി തങ്ങൾ വിലക്കിയ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം. അംതിസാലില്ല, അള്ളാഹുവിനെ നിങ്ങൾ പിൻപറ്റും, വഴി റസൂലിനെ പിൻപറ്റും. മഹബത്തെ ഫി അംരിഹി, അവർ കൽപ്പിച്ചത് നിങ്ങൾ സ്നേഹിക്കണം. വജിത്തിനാബ് മനാഹി, അവർ വിലക്കിയത് നിങ്ങൾ ഒഴിവാക്കിയും വേണം. തഅലീമലഹു, അവരെ ബഹുമാനിച്ചുകൊണ്ട്, വജിലാലും ആദരിച്ചുകൊണ്ട്, ശുക്രൻ അവരെ പിന്നെ ശുക്രൻ വാലബത്തിന് അവർക്ക് നന്ദി ചെയ്തുകൊണ്ട്, ഷാഹദത്ത് ഫിയലഹു, അവരുടെ പ്രവർത്തനം, അള്ളാഹിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതിൽ വിധേയപ്പെട്ടുകൊണ്ടും നന്ദി ചെയ്തുകൊണ്ടും നിങ്ങളത് ചെയ്യണം. ഫൈന്ന കലാതറ ഇല്ല അന്നക്ക തഹറുക്ക കഹ്റൻ, കാരണം എന്തുകൊണ്ടാണ്? ലാത്തറ, നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല, ഇല്ല അന്നക്ക തഹറുക്ക കഹ്റൻ, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ സ്വാധീനത്തിലാണ്, അധീനതയിലായിട്ടല്ലാതെ. താബുദ കഹ്റൻ, അവൻ്റെ അധീനതയിലും സ്വാധീനത്തിലുമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. തസിലു ഇലൈഹി കഹ്റൻ, നിങ്ങൾ അവനിലേക്ക് അടുക്കുന്നതും അവൻ്റെ അധീനതയിലും സ്വാധീനത്തിലുമാണ്. തഫ്ന മിൻഹു കഹ്റൻ, അവനിൽ ഫന ആവുന്നതും അവൻ്റെ സ്വാധീനത്തിലും കൈവിലുമാണ്. വതബഖി കഹ്റൻ, നിങ്ങൾ കരയുന്നതും അവൻ്റെ സ്വാധീനത്തിലും കൈവിലുമാണ്. തൻശരിഹു കഹ്റൻ, അവൻ്റെ സ്വാധീനത്തിലും അധീനതയിലാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്. ഫഹുവൽ കാഹിർ, അവനാണ് യഥാർത്ഥത്തിൽ കാഹിറായവൻ. അൻത മഖ്ഹൂറുൻ, നിങ്ങൾ അവൻ്റെ ആ കഹറിൽ അധീനപ്പെട്ടവനാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തമായ ഒന്നും നിങ്ങൾ കാണാൻ പാടില്ല. കാരണം നിങ്ങളൊക്കെ അവൻ്റെ കൈകാര്യത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ അടിമത്തം കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫനാ പ്രാപിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ അവൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ അവൻ്റെ കാഹിറായവനെയാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ അവൻ്റെ മഖ്ഹൂറാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജസാക്കല്ലാഹു ഖൈർ.